എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വാട്ട് എവർ ദ എക്സ്ക്യൂസ് യു ആർ സെയിങ് ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റഡ്. ഐ ജസ്റ്റ് ബ്ലോക്ക് ദാറ്റ് പേഴ്സൺ. ദെയർ ഈസ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, പക്ഷേ ബ്രോ ഒരൊറ്റ കാര്യമുള്ളൂ എന്ന് വെച്ചാൽ എന്നും കുളിക്കാറുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരുപാട് യുവാക്കളുണ്ട്. ഒരൊറ്റ കാര്യം പറയട്ടെ, എന്ത് ടീച്ചറാണ് ടീച്ചറെ നിങ്ങൾ? ഇങ്ങനെയാണോ ചെയ്യുന്നത്? She's first time in our Shafi show and she's like, you know, what's going on here? Hi everyone, this is Shafi Mohammed. Welcome to this another episode of Ask Shafi Show. കഴിഞ്ഞ എപ്പിസോഡ് പോലെ തന്നെ നമ്മുടെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ടീം മെമ്പർ ആദിന. സേ ഹായ്. Hello. Okay, so and we have another guest. This is our ഫോർമർ ഷാഫി ഇൻസ്പയേഴ്സ് മെമ്പറാണ്. ഇതിനു മുൻപുള്ള നമ്മുടെ തന്നെ ടീമിൽ ഉണ്ടായിരുന്ന ഷാഫി ഇൻസ്പയേഴ്സ് മെമ്പറാണ്. അവരിപ്പോൾ ഒരു എന്റർപ്രണറാണ്. അവരെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി പരിചയപ്പെടുന്നതാണ്. സോ ഞാൻ പേര് പറഞ്ഞത് എനിക്കറിയില്ല. യു ക്യാൻ സേ ദ നെയിം. എൻ്റെ പേര് ഷമീറ ബുഹാരി എന്നാണ്. ഓക്കെ, ഷമീറ ബുഹാരി. വി വിൽ ഗെറ്റ് ഇൻ ടു ഹർ ലേറ്റർ. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻസും ആയിട്ട് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിൽ ചോദിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ആദ്യം ഓർമ്മിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് പേര് നല്ല റെസ്പോൺസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ്? നല്ല റെസ്പോൺസ് ആണ്, നല്ല കമന്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ നല്ല കമന്റ്സ് തന്നിട്ടുള്ള, നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള, നിങ്ങളത് എൻജോയ് ചെയ്തു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്ലസ് മറ്റൊരു കാര്യമുണ്ട്, എനിക്കൊരു പേഴ്സണലി വാട്സാപ്പിൽ മെസ്സേജ് വന്നു. ഓക്കെ, പേഴ്സണലി വാട്സാപ്പ് മെസ്സേജ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ്. എന്താണ്, മിക്സിംഗ് വിത്ത് ഓപ്പോസിറ്റ് സെക്സ് ഈസ് ഫോർബിഡൻ എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഓക്കെ, അങ്ങനെ മെസ്സേജ് വന്നു. അതായത് അതൊരു എന്താ പറയാന്ന് വെച്ചാൽ ഒരു പ്രത്യേക എന്താ പറയുക വിഭാഗം വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഓക്കെ ഒരു മെസ്സേജ് എനിക്ക് അയച്ചാൽ, മീൻസ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ഒരാൾ. ഞാനത് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഇതിലും വലിയൊരു മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവുക. എനിവേ, ഇതാണ് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്. പലർക്കും പലതാണ്. ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങൾ വിശ്വസിക്കുന്നു. ഓരോരുത്തരുടെയും വിശ്വാസം ഒന്നാണ്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ശരിയാണോ? അല്ല, നമ്മുടെ ഒരാളുടെ ഇതിൽ ഒരിക്കലും അത് ഇടപെടാനോ സംഭവങ്ങൾ ചെയ്യണം. എന്നിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വാട്ട് എവർ ദ എക്സ്ക്യൂസ് യു ആർ സെയിങ് ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റഡ്. ഐ ജസ്റ്റ് ബ്ലോക്ക് ദാറ്റ് പേഴ്സൺ. ഞാൻ മറുപടി ഒന്നും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഷാൽ ഐ ജസ്റ്റ് ബ്ലോക്ക് ഹിം. ദാറ്റ്സ് ഇറ്റ്. വാട്ട് ഡു യു തിങ്ക്? അങ്ങനെയുള്ള ഒരു അതിനൊരു ടോക്സിസിറ്റി ആയിട്ട് ഞാൻ കാണുന്നില്ല. അത് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ആണ്. പക്ഷേ എനിക്ക് തോന്നിയത് ഷാൽ ആ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഞാനത് കണ്ടിട്ട് റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഷാൽ ജസ്റ്റ് ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. എനിവേ, നല്ല റെസ്പോൺസുകൾ തന്നിട്ടുള്ള എല്ലാ ചങ്കുകൾക്കും അതേപോലെ തന്നെ എല്ലാ ബ്രോസിനും സിസിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, നന്ദി അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ആൾക്കാരെയും, പല വ്യക്തികളെയും, പല മെസ്സേജുകളും പല അറിവുകളും നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകാം. സോ ആർ യു റെഡി വിത്ത് ദ ക്വസ്റ്റ്യൻസ്? യു റെഡി? ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് റെഡിയാണ്. പക്ഷേ അതിന് മുൻപ് നമുക്ക് നമ്മുടെ ഗസ്റ്റിനെ മറക്കാൻ പാടില്ല. സോ നമുക്ക് കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം. ഷമീറ, പ്ലീസ് ക്യാൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്? വാട്ട് യു ആർ ഡൂയിങ് റൈറ്റ് നൗ? ഞാൻ 2019 നവംബറിലാണ് ഷാഫി ഇൻസ്പയേഴ്സിലേക്ക് ആദ്യമായിട്ട് വന്നത്. അതൊരു ഷാഫിന്റെ വീഡിയോ കണ്ടിട്ടാണ്. പിന്നെ അതിലൊരു ഗ്രൂപ്പിൽ ഒക്കെയുള്ള ഒരു ലിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഗ്രൂപ്പിൽ ആഡായി. അപ്പം ശരിക്കും നമുക്ക് ഒരു ലൈഫിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത്, കൺസിസ്റ്റൻസി, പിന്നെ കറക്റ്റ് ഗൈഡൻസ്, കറക്റ്റ് നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന്, പിന്നെ നമുക്ക് കട്ടക്കി നിൽക്കുന്ന ഒരു ടീം, പിന്നെ കറക്റ്റായിട്ട് ഷാഫി സാർ നമ്മളെ ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള കുറേ പേര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പ് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ സാറിന്റെ ഗ്രൂപ്പിൽ വന്നു. ആദ്യം വന്നത് നമ്മുടെ ചാർജ് ഗ്രൂപ്പിൽ വന്നു. ലൈക്ക് പക്ഷേ 6 months ആയപ്പോഴേക്കും കൊറോണ ഹിറ്റ് ചെയ്തു. അത് ഡൗൺ ആയെങ്കിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്തു അല്ലേ? എന്നെ പേഴ്സണലി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഷമീർ ആദ്യം എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് യു നോ ഐ നീഡ് യുവർ ഹെൽപ്പ് എന്ന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ ലൈഫിൽ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ചോദിക്കണം. അങ്ങനെ യെസ്. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ പലരും എന്താ വെച്ചാൽ നമ്മളെ സഹായിക്കാൻ പലരും റെഡിയാണ്. ആൻഡ് വി ആർ ഷാഫി ഇൻസ്പയേഴ്സ്, ദിസ് ടീം ഈസ് റെഡി ഫോർ യു ഇഫ് യു ഹാവ് എനി സപ്പോർട്ട് ദാറ്റ് യു നീഡ്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ, സംസാരിക്കാം. പ്രത്യേകിച്ച് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യണം, അവസാനം
ടീമിൽ ജോയിൻ ചെയ്തു. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുമായിരുന്നു. ഇവർ കുറച്ച് ദൂരെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വന്നതിൻ്റെ ഒരു അവസാനം എന്ന് വെച്ചാൽ പിന്നീട് അങ്ങനെ വരികയും പിന്നീട് അവസാനം വേറൊരു കാര്യമുണ്ട്, അവർ നമ്മുടെ സ്റ്റുഡൻ്റായി വന്നു, എന്നിട്ടും നമ്മുടെ ഒരു ടീം മെമ്പറായിട്ട് മാറി. അങ്ങനെ ടീം മെമ്പറായിട്ട് മാറി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ആ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ PCA എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്. PCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ കോച്ചിങ് അസിസ്റ്റന്റ്. നമ്മുടെ ഓൺലൈൻ മൈൻഡ് പവർ കോഴ്സ് അല്ലെങ്കിൽ പല കോഴ്സുകളും ചെയ്യുമ്പോൾ നമ്മൾ നോർമലി എല്ലാ സ്ഥാപനങ്ങളും ചെയ്യുന്ന പോലെയല്ല. നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ആ കോഴ്സ് ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് വേണ്ട ഒരാൾ നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് കൊടുക്കും, പേഴ്സണലി കോച്ച് ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും ഒരു കോച്ച്, പേഴ്സണൽ കോച്ച് അസിസ്റ്റന്റ് ആവശ്യമാണ്. അതല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരു ക്ലാസ് കേട്ടെന്ന് വിചാരിച്ചിട്ട് അതിനുള്ളത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നവർ വളരെ ഒരു 2% 1% ഉണ്ടാവുള്ളൂ. അവർ അത്രയ്ക്കും സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വിൽ പവർ ഉള്ള ഓൾറെഡി അത്തരത്തിലുള്ള ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരെ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അധികം ആൾക്കാരും 98% ആൾക്കാരും അങ്ങനെയുള്ളവരല്ല. അവർക്ക് ഒരാൾ എന്ത് ചെയ്യണം, പുറകിൽ നിന്ന് അടിക്കാനും തല്ലാനും അല്ലെങ്കിൽ ഒന്ന് തള്ളാനും അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ വേണം. അത് അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് ബേസ് ചെയ്തിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരാളെ സ്റ്റുഡൻസിനെല്ലാം വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊറോണയിൽ നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്ത സമയത്ത് അങ്ങനെ വെച്ചു കൊടുത്തു. അങ്ങനെ ടീമിൽ ആ ഒരു ഉത്തരവാദിത്തം വളരെ നല്ല രീതിയിൽ ചെയ്യുകയും നമ്മുടെ ക്ലയൻസ് എല്ലാം വളരെ നല്ല രീതിയിൽ ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു ഫോർമർ ടീം മെമ്പറാണ്, PCA എന്നുള്ള പൊസിഷനിൽ വന്നിട്ടുള്ള ടീം മെമ്പറാണ് ഷമീറ. അതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. PCA ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ചില സമയത്തെങ്കിലും നമുക്ക് ലൈഫിൽ വരുന്ന ചാലഞ്ചസ് കാരണം നമ്മളത് ഇട്ടിട്ട് പോകുന്ന അവസ്ഥയുണ്ടാവും, അല്ലെങ്കിൽ 1-2 ദിവസം ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ പുറകെ ഉണ്ടാകുമ്പോൾ അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അവരെ സംബന്ധിച്ചിട്ട് ഡൗട്ട്സ് ചോദിക്കാൻ ഒരാളുണ്ടാവുക എന്നതിലുപരി അഥവാ അവർ ഡ്രോപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾ അവർ പുറകെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അത് നമ്മൾ അവർ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക. പിന്നെ ചാലഞ്ചസ് വരുമ്പോഴത്തേക്ക് അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. അതിലുപരി നമുക്ക് വരുന്ന ഒരു ഗുണം എന്താ, എനിക്ക് വന്നിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ സപ്പോർട്ട് കിട്ടിയേ പറ്റുന്നുണ്ടോ, ചിലർക്ക് നമ്മൾ ഡൗട്ട്സ് മാത്രം ക്ലിയർ, പലതരം ആളുകളാണ്. അപ്പോൾ അതിൽ ചിലർ വരുന്ന സമയത്ത് ഈ ഒരു നമ്മൾ അറിയാത്ത കാര്യങ്ങൾ രണ്ടാമത് നമ്മൾ അവിടെ പോയി പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ചില സമയത്ത് പുതിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ സാറിനെ കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ അത് ശരിക്കും നമ്മുടെ ലൈഫിൽ പിന്നെ നമ്മൾ പറയാത്ത പ്രാക്ടീസ് ചെയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, നമ്മൾ ഗിൽറ്റി ആയിരിക്കും. സോ നമ്മളത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ PCA എന്ന് പറഞ്ഞൊരു ഇന്റേണൽ ടീമിൽ ജോയിൻ ചെയ്യാൻ പറ്റി, അത് കഴിഞ്ഞ് PCA ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ശരിക്കും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഷഫ്സർ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പോയിന്റ്സ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ ഞാൻ എപ്പോഴും ഈ ഒരു കാര്യത്തിൽ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ സമയത്തും പറയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ഇതിലേക്ക്. ഇപ്പം ഇപ്പോഴും പലരും നമ്മുടെ അടുത്ത കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ കണക്റ്റഡ് ആവും, ആവശ്യമുള്ള. ഇപ്പം ഞാൻ എങ്ങനെയാണോ സാറിലേക്ക് കണക്റ്റഡ് ആയത്, ഞാൻ എങ്ങനെയാണോ സപ്പോർട്ട് ആവശ്യപ്പെട്ടത്, അതേപോലെ നമ്മളിലേക്ക് ആളുകൾ കണക്റ്റഡ് ആവുകയും ആ ഒരു പർപ്പസിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ഓക്കെ, സോ വാട്ട് ഷീ സേസ് ദാറ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലി ലോ ഓഫ് അട്രാക്ഷൻ അമേസിംഗ്ലി വർക്ക്ഔട്ട് ആവുന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ തേടുന്നത്, അത് നമ്മളെ തേടിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്താണോ തേടുന്നത് അത് നിങ്ങളെ തേടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡും ഫീൽ ഗുഡ് ആറ്റിറ്റ്യൂഡിലും ഒരു ഫീൽ ഗുഡ് മൈൻഡ് സെറ്റിലും നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു വിൽ ഫൈൻഡ് ദാറ്റ് വൺ തിങ് ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ. അത് നിങ്ങളെ തേടുന്നുണ്ടാകും. അത് നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നുള്ളത്. എനിവേ നമുക്ക് അവരെക്കുറിച്ചും ഇനി ഫർദർ അവരുടെ കരിയറിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്ട് ചോദിക്കാനുണ്ട്. പക്ഷേ ബിഫോർ ഗോയിങ് ടു ദേർ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? മുഹമ്മദ് അഷ്റഫ് ചോദിക്കുന്നു, ആള് നമ്മളുടെ ഗ്രൂപ്പിലുള്ള ആളാണ്. ആള് ചോദിക്കുന്നു ഹൗ ടു ഹാവ് സ്റ്റേബിൾ മോട്ടിവേഷൻ. ഹൗ ടു ഹാവ് എ സ്റ്റേബിൾ മോട്ടിവേഷൻ. ഓക്കെ, മുഹമ്മദ് അഷ്റഫ്. ഓക്കെ, അഷ്റഫ് ബ്രോ, ഒരൊറ്റ കാര്യമുള്ളൂ എന്ന് വെച്ചാൽ എന്നും കുളിക്കാറുണ്ടാവും. എന്നും കുളിക്കാറുണ്ടാവും. മലയാളികൾ 2 നേരം കുളിക്കാറുണ്ടാവും. എന്തിനാ? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ കുളിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളുടെ ദേഹത്ത് അഴുക്കുണ്ടാവും. ഈ അഴുക്കുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് പോയി ശുദ്ധീകരിക്കാനാണ് നമ്മൾ കുളിക്കുന്നത്, നമ്മുടെ ശരീരത്തെ കഴുകി വൃത്തിയാക്കുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നെഗറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് എല്ലായ്പ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഡെയിലി വർക്കിന് നമ്മുടെ ശരീരത്തെ പോലെ നമ്മൾ റെഡിയാക്കി ശുദ്ധീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ
നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ലോകം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് ഓക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ദേഹത്തിന്റെയും പൊടി പറ്റും, അതേപോലെ അഴുക്ക് പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്ത് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ആ ഒരു എന്താ പറയുക, ഈ അഴുക്കിനാണ് നമ്മൾ എന്ത് കഴുകി കളയുന്നത്. ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ കാണും. ഇപ്പൊ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ടോക്സിക് ആണെന്നുള്ള പറഞ്ഞത്, ആൾ വെരി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആളുടെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാട് എന്തുകൊണ്ടെന്നറിയില്ല അദ്ദേഹത്തിന് അതിനെ റെസ്പെക്ട് ചെയ്യാൻ മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കാം. പക്ഷെ ഇത്തരത്തിലുള്ള ചില കമന്റ്സുകൾ നമ്മൾ ഡൗൺ ആകും. ശരിയാണ്. ഈ ഇങ്ങനെയുള്ള കമന്റ്സുകളും സംഭവങ്ങളും അത് ചിലപ്പം എന്തായിരിക്കും, ബോഡി ഷേമിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പം അത് വേറെ ഏതെങ്കിലും റോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു നോട്ടമായിരിക്കാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ട് നിന്നെ കൊണ്ടൊന്നും നടക്കില്ലടോ എന്ന് പറയുന്ന ഡയലോഗുകളായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയിരിക്കും. ഈ ഡൗൺ ആവുന്നതിൽ നിന്ന് നമ്മൾ അപ്പാക്കി നിർത്തുകയാണ് മോട്ടിവേഷണൽ ഉദ്ദേശിക്കും. ഇത് അപ്പാക്കാൻ ഡെയിലി കുളിക്കുന്ന പോലെ തന്നെ ഡെയിലി എന്ത് ചെയ്യുക, മോട്ടിവേഷൻ വീഡിയോസ് കാണുക, ഡെയിലി ഇത്തരത്തിലുള്ള എന്താ പറയുക ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, അതേപോലെ തന്നെ നിരന്തരം ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ആ ഒറ്റ വീഡിയോ സ്വിച്ച് ഇട്ടതുപോലെ കാലാകാലം മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is nothing like that. Okay, there is nothing like that. It's okay, no problem, just take it. Thank you. Okay. So there is nothing like that. Can I get a tissue? Can I get a tissue, please? No. I have to go out. You can collect it if you want. Can I get a tissue? Yes. So we will continue. So what I was talking, Adira is helping. So Okay, thank you. Okay, thank you Maru. Maru ഇതൊന്ന് ഒരു ചാൻസ് കിട്ടാൻ നിൽക്കുകയായിരുന്നു, ദാഹിച്ച് പറഞ്ഞിരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കുന്ന കാര്യമാണ്. ഇവിടെ ടേബിൾ ശുദ്ധീകരിക്കേണ്ട അവസ്ഥയാണ്. Let's continue the show like that. Okay. ഈ ടേബിളുകളിൽ എല്ലായ്പ്പോഴും ഇതിങ്ങനെ നീറ്റായി നിന്നോളണം എന്നില്ല. അപ്പൊ ഇടയ്ക്ക് നമ്മൾ അറിയാതെ നമ്മുടെ അടുത്ത് തന്നെ ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ നെഗറ്റീവായി ഡൗൺ ആയി പോകും ഇതുപോലെ. അപ്പോൾ പല മിസ്റ്റേക്സുകൾ പലതും സംഭവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് വേണം, ഇപ്പൊ ഞാൻ ഇവിടെ ഞാൻ ശുദ്ധീകരിച്ചതുപോലെ അതിൽ ചില നമ്മൾ ശുദ്ധീകരിച്ച് ചിലപ്പോൾ ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ അതാണ് ഷമീർ കണ്ടില്ല, ഇപ്പൊ ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരെ ശുദ്ധീകരിച്ചു. അപ്പൊ ചില ആൾക്കാരുടെ ഹെൽപ്പ് നമുക്ക് വേണ്ടി വരും. ഇതൊക്കെ ലൈഫിലും ബാധകമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, മോട്ടിവേറ്റഡ് ആയി നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നിരന്തരം നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഈ ഒരൊറ്റ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, നിരന്തരം വായിക്കുക, നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ ആണെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിലും. Am I right? Yes. Do you enjoy the Q&A session? Yes. She's first time in our Shafi show and she's like, what's going on here? Anyway, let's get into this. Adira is like, okay, വീണത് വിദ്യയാക്കുന്ന ആശാൻ. ആശാന്റെ ശിഷ്യയായി മാറും. Yes, we have a person. This is Yunus. Okay, Yunus, അദ്ദേഹം എന്താ പറയാ നമ്മുടെ, yes please. Which one? This one? Which one is this? I think Mozambique. Mozambique? So. I'm not even sure. What? No, this is not Mozambique. What is Can it? I drink it? Yeah, sure. Corona. No, No, just taste it. Which one do you want? Anything? And this is for our camera team. Please take it. What is that? I have no idea. This is apple? I think this is yours. Yeah. Yeah, this is apple. This is orange. Yeah. അവിടെ നാശി ചോദിക്കാൻ എനിക്കില്ലേ? നാശി ഓക്കെ കൊടുക്കൂ നമ്മുടെ ഇതല്ല ചിക്കു വരുന്നതിന്റെ അല്ലേ, കുഴപ്പമില്ല. യെസ്, ഓക്കെ, ലെറ്റ്സ് ഗോ. യെസ്, താങ്ക് യു യൂനിസ് സർ. വളരെയധികം സന്തോഷം. അദ്ദേഹം എപ്പോഴും ഇങ്ങനെയാണ് നമ്മളെ മധുരങ്ങൾ തന്ന് അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്ന് സൽക്കരിക്കുന്ന ഒരാളാണ്. നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും കോഫിയൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ പുള്ളിക്കാരൻ കോഫി ഒന്നും ഉണ്ടാക്കാറില്ല, ഒരുപാട് പേര് കോഫി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, രഞ്ജിത്ത് ഈസ് ദ പേഴ്സൺ ബിഹൈൻഡ് എവറിത്തിങ് അല്ലേ? രഞ്ജിത്ത് ആണ് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് അല്ലേ? രഞ്ജിത്ത് ഈസ് ഹെൽപ്പിംഗ് അസ്, റൈറ്റ്? അപ്പൊ രഞ്ജിത്ത് ഈസ് ദ മാൻ, ലാസ്റ്റ് മന്ത് പെർഫോമർ, റൈറ്റ്? ടോപ്പ് പെർഫോമർ ആയിരുന്നു പുള്ളി. He's always like that. He's ready to do, and he's my executive assistant, and he's helping me schedule everything. So thank you, Ranjit, for making everything organized and possible, and thank you for that. So let's continue. That is the first question, right? Yes. So I have a question for you. So you are here. So the question is, what happened to you after joining PCA and everything? You worked with us,
ആഫ്റ്റർ സം ടൈം യു വാണ്ട് ടു ഡു സംതിങ് അല്ലേ, ഒരു കാര്യം ചെയ്യണം, ഒരു ഡിഫറെന്റ് ആയിട്ട് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യണം എന്നൊരു ചിന്ത വന്നു. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ക്യാൻ യു ടോക്ക് അബൌട്ട് ദാറ്റ്? വേദിക IAS അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഓൺലൈൻ UPSC കോച്ചിങ് പ്ലാറ്റ്ഫോമാണ്. അതിന്റെ കാലിക്കറ്റ് ഓഫ് ക്യാമ്പസ് സെന്റർ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്വന്തമായിട്ട് അങ്ങനെ ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എവിടെയാണ് ലൊക്കേഷൻ? എവിടെ? കോഴിക്കോട് പന്നിയങ്കരയിലാണ്. പന്നിയങ്കരയിൽ ആ പാലത്തിനടുത്ത് അല്ലേ? ഞാൻ വന്നിരുന്നല്ലോ. ഓക്കെ, ഐ വാസ് ദേർ. ഇനാഗുറേഷന് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അപ്പം വളരെ നല്ല ഒരു എന്താ പറയുക ഓഫ് ക്യാമ്പസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അവരവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ അവരെവിടെയാണോ ഉള്ളത് അവിടെ വെച്ചിട്ട് UPSCയുടെ കോച്ചിങ് UPSC മുൻനിർത്തിയിട്ട് കംപ്ലീറ്റ്ലി ഒരാൾ അത് 13 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റാണ്. അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റർ ആക്കി മാറ്റുക കുട്ടികളാണെങ്കിൽ ആരാണ് ജോയിൻ ചെയ്യുന്നത് അവരെ നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഒരാൾ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയാലും ഫാമിലിയിലാണെങ്കിൽ ഫാമിലി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും, സക്സസ്ഫുൾ ആയിരിക്കും. ഒരു ജോലിയിലാണെങ്കിൽ അതെ. അപ്പോൾ IAS IPS എന്ന് പറഞ്ഞിട്ടുള്ള സിവിൽ സർവൻസ് എല്ലാം തന്നെ ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പൊ അതാണ് ബേസ്. ഇതിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളൊരു സൈക്കോമെട്രിക് ടെസ്റ്റും ഇൻട്രസ്റ്റ് ടെസ്റ്റും കൊടുത്തിട്ട് അവർക്ക് ഒരു അരമണിക്കൂർ കൗൺസിലിംഗ്, ജോയിൻ ചെയ്യുന്നവർക്ക് അരമണിക്കൂർ കൗൺസിലിംഗ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ബെസ്റ്റ് പെഡഗോജി യൂസ് ചെയ്തിട്ട് അവർക്ക് കോച്ചിങ് കൊടുക്കുക. ബോധനശാസ്ത്രം വലിയ ലെവൽ പരിപാടിയാണ്. സൈക്കോളജി ആണോ അതോ ഫിലോസഫി ആണോ എന്ന് അറിയില്ല, പക്ഷേ എന്തോ ഒരു സാധനം whatever it is, that is a really very good important thing. Okay, talk about it. UN-ലെ ബെസ്റ്റ് ഇ-ലേണിംഗ് പ്ലാറ്റ്ഫോമിലെ ഏറ്റവും നല്ല പെഡഗോജി ആയിട്ട് നമുക്കൊരു അവാർഡ് കിട്ടി, എക്സലൻസ് അവാർഡ് കിട്ടിയിട്ടുള്ള പെഡഗോജി അവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ഇത് ശരിക്കും അതിന്റെ ഹെഡ് ഓഫീസ് ഇരുന്നത് കാക്കനാട് ടെക്നോ പാർക്കിലാണ്. നമ്മുടെ ഓഫീസ് 41 ഓഫ് ക്യാമ്പസ് സെന്റേഴ്സ് കേരളത്തിലുണ്ട്. പിന്നെ 220 ഓൾ ഓവർ ദി വേൾഡ് രാജ്യങ്ങളിലായിട്ട് പറഞ്ഞതിന്റെ കൂടെ പറഞ്ഞതാണ്. സോ അപ്പം നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം, നല്ല റിസോഴ്സ് പേഴ്സൺസ്, അതായത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ മുൻ DGP ആയിരുന്നു, പിന്നെ ബാബു സെബാസ്റ്റ്യൻ സാർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും MG യൂണിവേഴ്സിറ്റിയും മുൻ വൈസ് ചാൻസലറും കേരളത്തിൽ 11 വർഷത്തോളം IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള പ്രഗത്ഭരായിട്ട് ഒരു നിര ആളുകളാണ്. അവരാണ് സംഗതി ഈ ഒരു കോച്ചിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അക്കാഡമിക്കിനെ ഹെഡ് ചെയ്യുന്നതും അലക്സാണ്ടർ ജേക്കബ് സാറാണ് നമ്മുടെ ഇതിന്റെ അക്കാഡമിയുടെ ഡീനായിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് കോച്ചിങ് ആണ്, മെന്ററിംഗ് ഉണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് നമ്മുടെ ഒരു വാഗ്ദാനം നമ്മൾ പറയുന്ന പ്രോമിസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ 1000 മണിക്കൂർ കൊണ്ട് സിവിൽ സർവീസസിന്റെ മുഴുവൻ ടോപ്പിക്സും മുഴുവൻ സിലബസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ പിയർ ലേണിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പിന്നെ ജനറൽ നോളജ്, അതായത് കറണ്ട് അഫയേഴ്സ് അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്. സോ ഒരുപാട് നല്ല നേതൃത്വമുള്ള നല്ലൊരു എന്താ പറയുക ടീമിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണിത്. അപ്പൊ അതിന് കാലിക്കറ്റ് ഓഫ് ക്യാമ്പസ് ആണ് ഇവർ ഹെഡ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പൊ ഷെയർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുക. തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ നമ്മൾ എന്ത് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യും. ഒരു കാര്യം കൂടെ പറയാനുള്ള ഫീസ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഏതൊരാൾക്കും അഫോർഡ് ചെയ്യാവുന്ന ഫീസ്. യെസ്. So before we need to go to the next question. What is the next question? ആൾക്ക് വാട്സാപ്പിലെ മനുഷ്യന് ഇഷ്ടപ്പെടില്ല. എന്താണ്? അടുത്ത വാട്സാപ്പിലെ മനുഷ്യന് ഇഷ്ടപ്പെടില്ല. പുള്ളിക്കാരുടെ ഇഷ്ടപ്പെടില്ല. റീന asks, what is sex education? Sex education കൊടുക്കാതെ ഉള്ള സമൂഹത്തിൽ വരുന്ന ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഹായ് റീന, what is sex education? സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തതിലുള്ള ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ഒരു കാര്യം പറയാം, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വാചകം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാബു പോലെയാണ്. അല്ലെങ്കിൽ അതിലെ സെക്സ് എന്ന് പറയുന്ന വേർഡ് നമ്മുടെ എല്ലാവരുടെയും ഫാമിലിയിലടക്കം അല്ലെങ്കിൽ പലപ്പോഴും റിലേറ്റീവ്സിൻ്റെ ഇടയിലൊന്നും നമുക്ക് സംസാരിക്കാൻ, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും സംസാരിക്കാൻ കഴിയാത്ത ഒരു വേർഡായിട്ടാണ് കിടക്കുന്നത്. ശരിയാണ് അല്ലേ? സെക്സ്. പക്ഷെ അതുകൊണ്ട് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് പകരം ഇതിന് ജെൻഡർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ, പക്ഷെ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ട, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ അവസ്ഥ വെച്ചിട്ട് പറയുന്നത്
അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആയിട്ട് ഇത് ജനങ്ങൾ മനസ്സിലാക്കിയാണ്. പക്ഷേ ഇവിടെ ഉള്ള ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിൽ വേർഡ് എന്ന് പറയുന്നത് തന്നെ കേട്ട് കഴിഞ്ഞാൽ സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയും ഒരു സ്ത്രീയും പുരുഷനും ലൈംഗികമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഹാവിങ് സെക്ഷൽ ഇന്റർകോഴ്സ് എന്നുള്ളതാണ് പലരും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ സംഭവമില്ല. നമുക്ക് ആ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകത്തിലാണ്. നീ പഠിച്ചിട്ടുണ്ടോ? റീഡിങ്ങിന് തന്നു, പഠിപ്പിച്ചിട്ടില്ല. ഒരൊറ്റക്കാരം പറയട്ടെ, എന്ത് ടീച്ചറാണ് ടീച്ചറെ നിങ്ങൾ? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കേണ്ടത് നമ്മളല്ലേ? ഇവിടെയുള്ള എല്ലാ അധ്യാപകന്മാരോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്. നമുക്ക് ഓപ്പൺ ആയിട്ട് ഈ കാര്യം പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ? എന്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തുകൂടാ? വൈ നോട്ട്? ഡു യു അഗ്രി വിത്ത് മീ? We should do that, right? കാരണം അതില്ലാത്തതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലാത്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് ചോദിച്ചാൽ ഇവിടെ നടക്കുന്ന പല ആണുങ്ങളും പല പുരുഷന്മാരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണെന്ന് വെച്ചാൽ പോൺ അഡിക്ഷൻ, പോൺ വീഡിയോ അഡിക്ഷൻ, അതേപോലെ തന്നെ മാസ്റ്റർബേഷൻ അഡിക്ഷൻ, ഇങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. ഈ സംഭവങ്ങളടക്കം മുതൽ അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീയെ എങ്ങനെ മനസ്സിലാക്കണം, ഒരു സ്ത്രീ എന്താണ്, ഏത് രീതിയിലാണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്. പല പുരുഷന്മാർക്കും ഒരു സ്ത്രീയുടെ മുഖത്ത് അല്പ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ അല്പം എന്താ പറയുക ആകർഷകത്വമുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരുപാട് യുവാക്കളുണ്ട്. യെസ് ഓർ നോ? ഇല്ലേ? ഫേസ് ചെയ്തിട്ടില്ലേ? നീ തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതേപോലെ തന്നെ പലരും ഫേസ് ചെയ്തിട്ടുണ്ടോ? ശരിയാണ്. ബിസിനസ് ആണ്, അതിന് അത്രയും ആൾക്കാർ അഡിക്റ്റ് ആണെന്ന് അർത്ഥം. അപ്പൊ അത്രയും ആൾക്കാർ അഡിക്റ്റ് ആണ്. ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ പോൺ ഇൻഡസ്ട്രി റോങ് ആണോ അല്ലേ എന്നുള്ളതല്ല നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും പലരും ആൾക്കാർക്കെന്ന് വെച്ചാൽ അത് അഡിക്ഷനായിട്ട് എന്നെ ബന്ധപ്പെടാറുണ്ട്. ഐ മീൻ എനിക്കത് നിർത്താൻ പറ്റുന്നില്ല, ഞാൻ അതിന് അഡിക്റ്റ് ആയി പോയി എന്നുള്ള സംഭവം. കാരണം എന്താണെന്ന് കറക്റ്റ് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടേണ്ട സമയത്ത് കിട്ടാത്തതുകൊണ്ടാണ്. നമ്മുടെ സ്കൂളിലാണെങ്കിലും ശരി, എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുന്നു അത് സ്കൂളിൽ കറക്റ്റായിട്ട് പഠിപ്പിച്ചിരിക്കണം. നമ്മൾ ബേസിക്കലി പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന റേപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള എന്താ പറയുക ബോഡി ഷെയ്മിങ് ആയിക്കോട്ടെ, സ്ത്രീകൾക്ക് എതിരെയുള്ള നേരെയുള്ള എന്താ പറയുക തുറിച്ചു നോട്ടങ്ങളായിക്കോട്ടെ, വായ് നോട്ടങ്ങൾ അതിക്രമിച്ച് അതിനപ്പുറത്തേക്ക് പോയിട്ട് എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിലുള്ള കണ്ണോട് കൂടി നോക്കുന്ന സംഭവം. ഇങ്ങനെ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഒരു ആൺകുട്ടിക്ക് എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ മുഖത്ത് കറക്റ്റായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നോക്കാൻ കഴിയുന്നത്? വൈ? മാനസിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും? മാനസിക പ്രശ്നം ഇവന്മാർക്ക് ഒരു മാനസിക പ്രശ്നമില്ല. ഞാൻ പറഞ്ഞുതരാം എന്താ മാനസിക പ്രശ്നം എന്നുള്ളത്. എന്തായിരുന്നു? ഈക്വൽ ആയിട്ട് കാണാൻ കഴിയാതെ നല്ലൊരു പോയിന്റാണ്. പക്ഷെ അതിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞില്ല. ഒരു ആൺകുട്ടിക്ക് ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി നോക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ട, റോങ് ഇന്റൻഷൻ, ഒരു ബാഡ് ഇന്റൻഷൻ ഉണ്ടാകും. അതായത് ഇവിടെ ഒരു സെക്ഷലി ആണ് ഒരു സ്ത്രീയെ പലരും എന്ത് ചെയ്യുന്നു, പല പുരുഷന്മാരും കാണുന്നത്. അതിന്റെ കാരണം ഇതാണ്, സ്ത്രീയെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള സംഭവങ്ങളെല്ലാം ഇവർക്ക് കറക്റ്റായിട്ട് ഒരു സ്ത്രീ എന്താണ് എന്നുള്ള വിദ്യാഭ്യാസം കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. എന്താണ് ഒരു സ്ത്രീ, എന്താണ് ഒരു പുരുഷൻ, ഒരു സ്ത്രീയുടെ വിഷമങ്ങൾ എന്താണ്, ഒരു സ്ത്രീയുടെ എന്താ പറയുക പ്രയാസങ്ങൾ എന്താണ്, ഒരു സ്ത്രീ ഒരു വ്യക്തിയാണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട് മീഡിയയിൽ നിന്നും റോങ് ആയിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ നിന്നും ഓക്കെ അതിനൊക്കെയുള്ള അത്തരത്തിലുള്ള റോങ് ആയിട്ടുള്ള കുറേ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും ഇപ്പോൾ ഉണ്ട്. അവിടേക്ക് സ്ത്രീയെ ചർച്ച ചെയ്യപ്പെടുന്നത്, ചിത്രീകരിക്കപ്പെടുന്നത് വികലമായ രീതിയിലാണ്. ആ വികലമായ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊക്കെ മീഡിയയിൽ കിട്ടുന്നതാണ്. ഈ വികലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. ഈ കുട്ടികളുടെ എന്താ പറയുക റോങ് ഒരു ഇന്ററാക്ഷൻ. സ്ത്രീ എന്ന് പറയുന്ന ഒരു ഉപഭോഗ വസ്തുവാണ്, അല്ലെങ്കിൽ ലൈംഗികതയൊക്കെ ഉള്ളതാണ്, അല്ലെങ്കിൽ എന്താ പറയുക സെക്ഷലി എന്നുള്ള രീതിയിലാണ് പുരുഷന്റെ മനസ്സിൽ പിക്ചർ ഇട്ടുകൊടുക്കുന്നത്. ഇങ്ങനെ വലിയൊരു നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇത്തരത്തിലുള്ളൊരു സംഭവമുണ്ട്. ഇതുള്ളത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുള്ളത് കൊണ്ട് ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഇവരുടെ ഉള്ളിൽ ഒരു സ്ത്രീയെ കാണുമ്പോൾ ആദ്യം വരുന്ന പിക്ചർ എന്താ പറയുക ഈ പറഞ്ഞിരിക്കുന്ന സെക്ഷലിയിലുള്ള ഒരു എന്താ പറയുക ഒരു വിഷ്വൽ ഇതാണ് വരുന്നത്. പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ള നല്ല വ്യക്തികളും ഒരുപാട് പേരുണ്ട്, ഇല്ല നല്ല ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ടാണ് അവരെന്ന് വെച്ചാൽ അവർക്ക് വളരെ നല്ല രീതിയിൽ നമ്മളോട് ഇടപഴകാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരാൾ റോങ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൻ റോങ് ആണോ അല്ലേ, അവൻ്റെ ബാഡ് ഇന്റൻഷൻ ആണോ, അവൻ്റെ ബോഡി ലാംഗ്വേജിൽ അത് കാണും.
അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ മതി അത് മനസ്സിലാവും അല്ലേ? അവന്റെ കണ്ണിൽ അവന്റെ നോട്ടം, ഒരു പുരുഷന്റെ നോട്ടം, നിങ്ങളൊരു സ്ത്രീയെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരൊറ്റ ടെസ്റ്റിംഗ് ആണ്. എന്താ വെച്ചാൽ നിങ്ങളൊരു സ്ത്രീയെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് ആദ്യം എവിടേക്കാണ് പോകുന്നത്? അവളുടെ എന്താ പറയുക മാറിടത്തിലേക്കാണോ, അവളുടെ എന്താ പറയുക ബാക്കിലേക്കാണോ, അവളുടെ വേറെ ഏതെങ്കിലും ശരീരഭാഗങ്ങളിലേക്കാണോ, അതല്ല അവളുടെ കണ്ണുകളിലേക്കാണോ? നിങ്ങളൊരു പുരുഷനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണുകളിലേക്ക് നോക്കും. ഐ ആം റൈറ്റ്? ശരിയാണ് ഞാൻ പറഞ്ഞത്? ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരൊറ്റ കാര്യം പറയട്ടെ, അതിന്റെ വിഷം അത് ശരിക്കും ഒരു ഭയങ്കര വിഷമകരമായ ഒരു അവസ്ഥയല്ലേ? അതെ, അവര് ശരിക്കും ഗിൽറ്റി ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നതെന്നാണ് സാർ പറയുന്നത്. മീൻസ് ആ ഒരു ഇന്റൻഷൻ കറക്റ്റ് അല്ലാതിരിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കാൻ പറ്റില്ല, ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് നോക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല അവര് പ്രോഗ്രാംഡ് ആണ് ഈ ഒരു വിഷയത്തില്. അവര് പ്രോഗ്രാംഡ് ആയതുകൊണ്ട് അവരുടെ എന്താ പറയാ ഉദ്ദേശം ഇങ്ങനെ ഒരു സംഭവം ഇതിൽ കുറെ കാലം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരു സ്ത്രീ കാണുന്നത് ഓട്ടോമാറ്റിക്കലി സെക്ഷലി ഒരു അട്രാക്റ്റീവ്. അപ്പോൾ ആ സെക്ഷലി അട്രാക്റ്റീവ് ആകുമ്പോൾ ഇവരുടെ എന്താ പറയുക സെക്ഷലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവയവങ്ങളായിട്ട് ഈ പറഞ്ഞിരിക്കുന്നവരെ ചെസ്റ്റിലേക്കോ അല്ലെങ്കിൽ ബ്രസ്റ്റിലേക്കോ ഒന്നും ഇവരുടെ നോട്ടം പോകും, അല്ലെങ്കിൽ ഇവരുടെ ശരീര സൗന്ദര്യത്തിലേക്ക് നോട്ടം പോകും. ഇത് ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഇവന്മാർ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ഇവർക്ക് ഇത് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല, കാരണം അത്രയ്ക്കും ഇൻഫ്ലുവൻസ്ഡ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കിയത് അവിടെയാണ് സെക്സ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. ആ സെക്സ് എഡ്യൂക്കേഷൻ കറക്റ്റായിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് മോചനാകാൻ പറ്റും. അങ്ങനെ മോചിതരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഒരു എന്താ പറയുക സെക്ഷലി ഉള്ള ഒരു രീതിയിൽ കണ്ടുകൊണ്ട് സ്ത്രീയെ കാണാതെ ഇത്തരത്തിലുള്ള പോൺ വീഡിയോസ് അഡിക്ഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളായിക്കോട്ടെ ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിന് സാധിക്കട്ടെ. ഒരു കാര്യം എനിക്ക് പറയുന്നത് വെച്ചാൽ നമ്മുടെ സ്കൂൾ സിലബസിൽ മസ്റ്റായിട്ട് പഠിപ്പിക്കേണ്ട ഒരു സാധനമാണ്. ഇനി നിങ്ങൾ പഠിപ്പിക്കില്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂട്യൂബേഴ്സിനോടും ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വി ഷുഡ് എഡ്യൂക്കേറ്റ് ദ സിസ്റ്റം. അത് എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് നത്തിങ് എൽസ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എന്താ പറയുക, നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് ചേഞ്ച് ചെയ്യുക? വി ആർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് വി ഷുഡ് ടീച്ച് ദ ബോയ്സ് ഹൗ ടു സീ എ വുമൺ ആസ് എ പേഴ്സൺ. ഒരു വ്യക്തിയായിട്ട് കാണണം. അപ്പോൾ ഉണ്ടല്ലോ ഈ പറഞ്ഞിരിക്കുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എന്ത് ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ആക്ച്വലി ഐ ആം സോ ഫ്രസ്ട്രേറ്റഡ് വിത്ത് ദിസ് പ്രോബ്ലം ആക്ച്വലി. കാരണം പലരും പറയും അവിടെ ഒരു വസ്ത്രധാരണ രീതിയാണ് അല്ലെങ്കിൽ എന്താ പറയുക റേപ്പിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുന്നത് ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ്. അതൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം, നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം നമുക്ക് ധരിക്കാൻ പറ്റുമെങ്കിൽ അവർക്കും അത് ധരിക്കാനുള്ളതാണ്. വിശ്വാസവും കാര്യങ്ങളൊക്കെ വേറെ. എൻ്റെ മതവിശ്വാസം വേറെ, നിങ്ങളുടെ മതവിശ്വാസം വേറെ, ഇതൊക്കെ വേറെ. ഓരോരുത്തരുടെ മതവിശ്വാസമുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അത് വേറെ കാര്യം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു വ്യക്തിയായിട്ട് കാണാം, അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു പുരുഷൻ, ഞാൻ സത്യം പറഞ്ഞു, ഞങ്ങൾ ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരുപാട് എന്താ പറയുക പ്രിവിലേജ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെന്തുകൊണ്ട് എന്താ വെച്ചാൽ ഇവർക്ക് ആയിക്കൂടാ, അല്ലെങ്കിൽ ഇതെല്ലാം ആവണം എന്നുള്ളത് അവരിതല്ല ഞാൻ പറയുന്നത്. ഇവരും വ്യക്തികളാണ്. അപ്പം ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതില്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് മറ്റുള്ള രീതിയിലേക്ക് എന്താ പറയുക പുരുഷന്മാരെ ഇത് വളരെ നല്ല രീതിയിൽ ബാക്കി. പല പുരുഷന്മാരുടെ പല പ്രശ്നങ്ങൾക്കും കാരണം ഈ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോബ്ലമാണെന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അവരെന്താണ്, അവരെ ഒരു വ്യക്തിയായിട്ട് കാണുക, അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് അറിയാം. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ഗേ ആയിട്ടുള്ള ഒരാൾ, ഓക്കെ, ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള, അതായത് നോർമലി എന്നല്ല പറയാൻ പറ്റില്ല, എന്താ പറയുക, ഒരു ഹെട്രോസെക്ഷൽ എന്നുള്ളൊരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഗേ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യണം, ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാളെടുത്ത് വന്നിട്ട് താല്പര്യം കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഒരു പുരുഷൻ വന്നിട്ട് നിങ്ങളടുത്ത് വന്ന് താല്പര്യം കാണിക്കും, നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല, ഒരു പുരുഷനോട് താല്പര്യമില്ല, പക്ഷേ നിങ്ങളുടെ സമ്മതമില്ലാതെ വന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ തഴുകുക അല്ലെങ്കിൽ നിങ്ങളോട് എന്താ പറയുക ഒരു താല്പര്യം കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേക രീതിയിൽ നിങ്ങളുടെ ലൈംഗികാവയത്തിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ നോക്കിയൊക്കെ ചെയ്താൽ അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും. അത് മനസ്സിലാകുന്നിടത്താണ് നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഇവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുക, നമ്മുടെ സ്ത്രീകളുടെ ഫീലിങ്സ് മനസ്സിലാക്കുക. ആ ഫീലിങ്സ് മനസ്സിലാക്കി മാത്രമേ അവർ റെസ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് സാധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How to overcome stage fear, speech, seminar, interview fear over all this? Muhammad Ashraf തന്നെ ചോദിക്കുന്ന ചോദ്യമാണിത്. Okay, I'm so tired actually talking about this topic. I need some water. ഒരു വല്ലാത്ത ടോപ്പിക് അല്ലേ, പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ലേ, സംസാരിക്കേണ്ട ടോപ്പിക് അല്ലേ, കുറച്ച് സീരിയസ് ആയി. Let's go to another question. What was that question? How to overcome stage fear and fear during giving speech, seminar, interview, etc.
how to face stage fear, how to overcome stage fear, basically. ആരാ ചോദിച്ചത്? മുഹമ്മദ് അഷ്റഫ് ആണ് ചോദിച്ചത്. ഹായ് മുഹമ്മദ് അഷ്റഫ്. മുഹമ്മദ് അഷ്റഫ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഒരു സ്റ്റേജ് ഫിയർ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു ഇതിന് ഞാൻ ആൻസർ പറയുന്നതിന് പകരം നമുക്ക് നമ്മുടെ ഗസ്റ്റിനോട് എന്തെങ്കിലും ചോദിക്കാം. ഒരു സ്റ്റേജ് ഫിയർ ഒരാൾ ഒഴിവാക്കണം. ഞാൻ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ചില സംഭവങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. റൈറ്റ്? സോ എന്ത് ടിപ്സാണ് നൽകുക സ്റ്റേജ് ഫിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? സ്റ്റേജ് ഫിയർ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട്. എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കഴിവുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്നല്ല. എനിക്ക് പെർഫോം ചെയ്യണം, എനിക്ക് എന്തെങ്കിലും തെളിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മെന്റാലിറ്റി ആയിട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവാന്നാണ്. നമ്മളെ കുറിച്ച് കൺസേൺ ആവും. നമ്മളെ കുറിച്ച്. അപ്പൊ നമ്മളെ ഈ നിൽക്കുന്നത് ഒരുപാട് പേര്, നമ്മുടെ ചുറ്റും ഉള്ള ഒരുപാട് പേരുടെ സമയം, അവരുടെ അറ്റൻഷൻ, അവരവിടെ വന്നു. അപ്പൊ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കും എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ സ്റ്റേജ് ഫിയർ നമുക്ക് Be a giver, not a taker. That is the whole point. അതായത് നിങ്ങൾ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റേജിലേക്ക് കയറുന്നത്. ആ മെസ്സേജ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് അവരുടെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് അവർ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറാവണം. സോ അത് നിങ്ങൾ തയ്യാറാവുന്നതിലൂടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൺസേൺഡ് അല്ല, നിങ്ങളുടെ മെത്തേഡിനെ കുറിച്ച് കൺസേൺഡ് അല്ല, നിങ്ങൾ വറീഡ് അല്ല. ഓക്കെ, അപ്പോൾ വറീഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു വിഷയം നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. പ്ലസ് അതുകൊണ്ട് തന്നെ എനിക്കൊരു അതിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഒരു രണ്ട് തരത്തിലുള്ള സ്പീക്കറുണ്ട്. ഒന്നെന്ന് വെച്ചാൽ സെൽഫിഷ് സ്പീക്കർ, മറ്റൊന്ന് സെൽഫ്ലെസ് സ്പീക്കർ. ഓക്കെ ഓക്കെ, മറ്റൊന്ന് പറഞ്ഞാൽ സെർവിങ് സ്പീക്കർ. സെൽഫിഷ് സ്പീക്കർ ആൻഡ് സെർവിങ് സ്പീക്കർ. ഓക്കെ, സെർവിങ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്താ പറയുക, ഒരു സേവന മനസ്കതയോടുകൂടി നമ്മൾ സെൽഫിഷാണ്, സ്വാർത്ഥനായിട്ട് എൻ്റെ പെർഫോമൻസ് എങ്ങനെയാവും, എനിക്ക് അവർ കൈയടിക്കില്ലയോ, അവരുടെ മുൻപിൽ എനിക്ക് എന്താ പറയുക പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് പോകാതെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി ശ്രമിക്കുക. ഒരു സെർവിങ് സ്പീക്കറല്ല, അവർക്ക് നൽകാൻ നല്ല മെസ്സേജ് ഉണ്ടെന്ന് കൊടുക്കുക. ആ രീതിയിൽ ചിന്തിച്ചാൽ തന്നെ നല്ല രീതിയിൽ. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. റൂമിൽ ഒറ്റയ്ക്ക് നിങ്ങളുടെ റൂമിൽ വാതിലടയ്ക്കുക. ഞാൻ ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ റൂമിൽ ഒറ്റ വാതിലടച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഇരുട്ടാകുന്ന സമയത്ത് ഞാൻ വിഷ്വലൈസ് ചെയ്യും. ഐ എം ഓൺ എ സ്റ്റേജ്, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ ആർ ദെയർ. ഒരു 100ഓളം ആൾക്കാർ അവിടെ ഉള്ളതായിട്ട് ഞാൻ ഇമാജിൻ ചെയ്യും മനസ്സിൽ. അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഞാൻ സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് എന്താണോ പറയാനുള്ളത് ആ പറയാനുള്ളത് ഫുൾ എനർജിയിൽ, ഫുൾ പാഷനോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? അങ്ങോട്ട് ഡെലിവർ ചെയ്യും. സോ അത് അവിടെ ആ നേരത്ത് എനിക്ക് എങ്ങനെയാണ് എൻ്റെ ബോഡി ലാംഗ്വേജ് വരേണ്ടത്, എങ്ങനെയാണ് എൻ്റെ എന്താ പറയുക വാക്കുകൾ വരേണ്ടത്, എങ്ങനെയായിരിക്കണം എൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരേണ്ടത്, എങ്ങനെയായിരിക്കണം അതിൻ്റെ റിതം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യും? മനസ്സിലും ഓർത്തെടുത്തിട്ട് എന്ത് ചെയ്യും? അതിനനുസരിച്ച് എന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പ്ലസ് അനദർ ബോണസ് പോയിന്റ് ഐ വോണ്ട് ടു ഗിവ് യു ഈസ് ഒരു നല്ലൊരു എന്താ പറയുക ഇൻസ്പിറേഷണൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സ്പീക്കർ നിങ്ങൾക്ക് ആരാണോ ആവേണ്ടത് അത്തരത്തിലുള്ള സ്പീക്കേഴ്സ് ഓൾറെഡി ഉണ്ട്. അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോപ്പി ദെയർ മെത്തേഡ്, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുക, അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ എടുക്കുക, അവരുടെ സ്പീച്ച് നന്നായിട്ട് കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ സ്പീച്ച് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഹീ വിൽ ഇൻഫ്ലുവൻസ് യു. ആ സ്പീക്കർ നിങ്ങളെ ഇൻഫ്ലുവൻസ്, ഹി ഓർ ഷീ, ഐ ഡോണ്ട് കെയർ, ദ സ്പീക്കർ വിൽ ഇൻഫ്ലുവൻസ് യു ആൻഡ് ഡെഫിനറ്റ്ലി യു ആർ ഗോയിങ് ടു ബിക്കം എ ബെറ്റർ സ്പീക്കർ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പോയിന്റ്സ് ആണ്. ഞാൻ ട്രൈ നോക്കാം. പിന്നല്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്ത പ്രതീക്ഷ ചോദിക്കുന്നു, സർ ഡിസംബർ അവസാനത്തോടുകൂടി പുതിയ വർഷത്തിലേക്കുള്ള പല ഗോളുകളും ആൾ സെറ്റ് ചെയ്തിരുന്നു. ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച എല്ലാം വളരെ ആവേശത്തോടെ ചെയ്തു. പക്ഷെ ഇപ്പം എല്ലാം പഴയ രീതിയിലേക്ക് മാറി. എന്താണ് ഇതിനൊരു പോംവഴി? ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. പക്ഷെ വി ആർ ഗോയിങ് ടു ദ സ്പെഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മുടെ ഷമീർ ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാണ്ട് ക്വസ്റ്റിലേക്ക് ഞാൻ പറയാം. അതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊരു പ്രോഗ്രാം ഉണ്ട്, ലൈക്ക് വാട്ട് ഇസ് ദാറ്റ്? അത് സ്പോൺസർഷിപ്പ് ആണ്. അതായത് കേരളത്തിലുള്ള ഒരു 10,000-ഓളം കുട്ടികൾ. ഇപ്പൊ നമ്മള് കൊടുക്കുന്ന കോഴ്സ്, നമ്മുടെ കോഴ്സ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ ആണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് കുടുംബശ്രീ എന്നൊരു ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും ഫസ്റ്റ് ആ ഫീ അടയ്ക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിന് പോലും പറ്റാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റും. അപ്പം അവർക്കും കൂടെ ഈ ഒരു ഫെസിലിറ്റി, ഈ ഒരു കോച്ചിങ് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൺ സ്കൂൾ വൺ IAS എന്ന് പറഞ്ഞിട്ട് വേദിക്ക് എരുഡേറ്റ് ഫൗണ്ടേഷൻ്റെ കീഴിൽ അങ്ങനെ പ്രോജക്റ്റ് ഉണ്ട്. ഒരു സ്കൂളിൽ നിന്ന് നമ്മൾ മിടുക്കനായ ഒരു കുട്ടീനെ, സിവിൽ സർവീസ് സ്വപ്നമുള്ള ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ട്
സ്പോൺസർഷിപ്പ് വഴി അവർക്ക് കോച്ചിങ് കൊടുക്കുന്ന ഒരു സിസ്റ്റം. ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. സ്കൂളുകൾക്ക് നമ്മുടെ സ്കൂളിൽ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ളതുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ സ്കൂളിലും കാലിക്കറ്റുള്ള ഒരുവിധം എല്ലാ സ്കൂൾസും നമ്മൾ വിസിറ്റ് ചെയ്തു. ഓക്കെ. ഓക്കെ. അത് ചെയ്യുന്നുണ്ട്. അതല്ല ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടീനെ വേറെ ആൾക്ക് കണ്ടെത്തിയിട്ട് അവർക്ക് സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യും. ലോക്കലി സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ there will be a really good teacher in every school. കുട്ടികളുടെ ഭാവി നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന, അവരെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഒരു മാഷുണ്ടാവും, അല്ലെങ്കിൽ ഒരു ടീച്ചറുണ്ടാവും. ആ ടീച്ചർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ള പ്രശ്നമാണ്, നിങ്ങളുടെ സ്കൂളിലുള്ള ഒരു കുട്ടിക്ക് നല്ല ഒരു അവസരമുണ്ട്. IAS കോച്ചിങ്, ആരെങ്കിലും സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന മിടുക്കനായിട്ടുള്ള പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ആരാണെങ്കിലും നല്ല അംബിഷ്യസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡൂ ദാറ്റ്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു മെസ്സേജ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് ബന്ധപ്പെടുക. അതിൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ചാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഷമീറ വിൽ ഹെൽപ്പ് യു ടു ഗെറ്റ് ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് ബന്ധപ്പെടാം. കുട്ടികൾക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് വാസ് ദാറ്റ്? ആക്ച്വലി ഐ ഫോർഗോട്ട്. ഗോൾ സെറ്റിംഗിനെ കുറിച്ചായിരുന്നു. ഈ ആള് പ്രതീഷാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആള് പറയുന്നു ഡിസംബർ എൻഡിൽ ആള് റെസൊല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നു 1-2 1-2 ആഴ്ച ആള് നല്ലോണം അതൊക്കെ ഫോളോ ചെയ്തു. പക്ഷെ അതിനുശേഷം പിന്നെ പഴയ രീതിയിലേക്ക് പോയി. അപ്പൊ അതിന് എന്താണ് ഇതിന് പോംവഴി എന്ന് ചോദിച്ചിട്ട് പ്രതീഷ്. ഓക്കെ, ഹായ് പ്രതീഷ്. സോ ഡിസംബർ 31 ഗോളുകൾ സെറ്റ് ചെയ്തു, ന്യൂ ഇയർ റെസൊല്യൂഷൻ. പക്ഷേ ജനുവരി 15 എന്ന് പറഞ്ഞ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിന്റെ അവസ്ഥ എന്താ? ആ ഡേറ്റിന് ഡിസംബർ 31 മുൻപുള്ളതിനെക്കാട്ടിലും ഉഴപ്പിയായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പലരും എത്താറുണ്ട്. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു അവസ്ഥ ചിലപ്പം പ്രതീക്ഷ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നോർമലാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എങ്ങനെ ഇത് മറികടക്കാം? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. സോ ഞാൻ പറഞ്ഞു തരാം നിമിഷാല്. ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാർ, ഒരു 10 to 20% ആൾക്കാർ ഇതുപോലെ ഗോളുകൾ സെറ്റ് ചെയ്യുന്നവരാണ്, റെസൊല്യൂഷൻസ് സെറ്റ് ചെയ്യുന്നവരാണ്. പുതിയ വർഷമാണ്, പുതിയ ജീവിതം, ഇനി ഞാൻ അത് ചെയ്യില്ല, ഇനി ഞാൻ 5 മണിക്ക് എണീക്കും, കാലത്ത് നേരെ എണീച്ച് നടക്കുന്നതാണ്, അല്ലെങ്കിൽ 5 മണിക്ക് എണീറ്റ് നടക്കുന്നതാണ്, അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നതാണ്, അതല്ലെങ്കിൽ ഞാൻ മദ്യപാനം നിർത്തുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഈ തീരുമാനങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറുണ്ടോ? യെസ്, പറ്റും. എന്ന് ജനുവരി 1-ം തീയതി നിങ്ങൾ ആ എടുത്ത തീരുമാനം പോലെ കറക്റ്റായിട്ട് ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ജനുവരി 2-ം തീയതിയും ചെയ്തിട്ടുണ്ടാകും. ജനുവരി 3-ം തീയതിയും ചെയ്തിട്ടുണ്ടാകും. 4, 5, 6, 7, 8, 9 നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളത് ഉഴപ്പിപ്പോയിട്ടുണ്ടാവും. എന്താ സംഭവം? ആ ഡേറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ജനുവരി 1-ം തീയതി നിങ്ങൾക്ക് എങ്ങനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ റീസൺ ബേസിക്കലി നിങ്ങൾ കറക്റ്റായിട്ട് എന്താണ് ഫോക്കസ്ഡ് ആണ്. ആ ഒറ്റ കാര്യത്തിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫോക്കസ് ആണ്. നിങ്ങളുടെ തോട്ട് മുഴുവൻ, നിങ്ങളുടെ ഒരു ദിവസത്തെ ചിന്ത മുഴുവൻ എന്താണ്, അതിൽ തന്നെ ഫോക്കസ്ഡ് ആണ്. ഒരു ദിവസം ശാസ്ത്രം പറയുന്നത് 36,000 മുതൽ 60,000 ചിന്തകൾ മനുഷ്യന്റെ മനസ്സിനുള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈസിയെ മറന്നിട്ടില്ല, ഓക്കെ, പഠിച്ചതൊന്നും മറന്നിട്ടില്ല. അപ്പം 36,000 മുതൽ 60,000 ചിന്തകൾ ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ചിന്തകളെ 80% നമ്മൾ നമ്മുടെ ഗോൾ എന്താണോ, നമ്മൾക്ക് എങ്ങനെയാണോ ജീവിതം ഇടാൻ റെസൊല്യൂഷൻ എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ച് മാത്രമാണ് എങ്കിൽ അത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ 1-ം തീയതി നിങ്ങൾക്ക് അതങ്ങനെ സംഭവിക്കുന്നു. 2-ം തീയതി കുഴപ്പമില്ല, 3-ം തീയതിയും കുഴപ്പമില്ല, ഒപ്പിച്ചു പോകും. 4, 5, 6, 7 ഒക്കെ ആകുമ്പോഴേക്കും ഇതെന്തെയും കുറഞ്ഞു വരും. ഇതിന് കാരണം എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിക്കും, ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്. ആ ഇൻസിഡന്റ് അത് സോഷ്യൽ മീഡിയയിൽ നിന്നൊരു മെസ്സേജ് ആയിരിക്കാം, ഫ്രണ്ട്സ് വന്നിട്ട് ട്രിപ്പ് പോകാമെന്നായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അതോടുകൂടി നിങ്ങളുടെ ശ്രദ്ധ ഇത് മാറി, നിങ്ങളുടെ പ്രയോറിറ്റി മാറുകയും പ്രയോറിറ്റി മാറിയതോടുകൂടി പിന്നീട് എന്തായി, അതിന്റെ പിന്നെ ഒരു മിക്സായി, നിങ്ങളുടെ തോട്ട് ചേഞ്ച് ആയി, ആ തോട്ടിലെ ഡോമിനൻസ് പോയി, അതോടുകൂടി നിങ്ങളുടെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. What do you think you become? What do you think you will talk? What do you think you will do? What do you think that will become your habit? ആ ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മേക്ക് ഷുവർ ദാറ്റ് whatever you think is dominant and which is about your goal, which is about your task. And if you do that, definitely you can make it happen. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ആ ചിന്ത അതിലേക്ക് തന്നെ പോകുക. 90 ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ജനുവരി 1-ം തീയതി മുതൽ പിന്നീട് 90 ദിവസം, ജനുവരി 1-ം തീയതി കഴിഞ്ഞ് 90 ദിവസം എടുക്കണമെങ്കിൽ എത്ര മാസം എടുക്കും? 3 മാസം. 3 മാസം, റൈറ്റ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്.
ജനുവരി, ഫെബ്രുവരി, മാർച്ച് 31 വരെ നിങ്ങൾ എന്ത് ചെയ്യാണ്, 31 അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏപ്രിൽ ഫുൾ വരെയോ നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങളുടെ ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം രൂപപ്പെടും. അത് രൂപപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഹാബിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. യെസ് സർ. BN ഏപ്രിൽ സ്മാർട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ കൊറോണയുടെ ടൈമിൽ ഏപ്രിൽ 1-ാം തീയതി സർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തത് അന്ന് പറഞ്ഞതാണ് ഡോണ്ട് ബി എൻ ഏപ്രിൽ സ്മാർട്ട്. യെസ്, ഡോണ്ട് ബി എൻ ഏപ്രിൽ ഫൂൾ, ബി എൻ ഏപ്രിൽ സ്മാർട്ട്. അതെങ്ങനെയാകാൻ പറ്റും? ജനുവരി 1-ാം തീയതി തീരുമാനമെടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് 90 ഡേയ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആകാൻ പറ്റും? വാട്ട് യു വാണ്ട്? യു വാണ്ട് ടു ബിക്കം ഏപ്രിൽ ഫൂൾ ഓർ സ്മാർട്ട്? ഓൾറൈറ്റ്. ഓക്കെ, ഞാൻ ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഡു യു ഡു മെഡിറ്റേഷൻ? No, be honest. No. Okay, she doesn't do. പക്ഷേ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളൂ, നമ്മൾ ചെയ്യിപ്പിക്കും. ഓക്കെ, അതാണല്ലോ നമ്മളുടെ ഒരു ഇത്, നമ്മുടെ കൾച്ചർ. നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല, ഇറ്റ്സ് പേഴ്സണൽ ചോയ്സ്. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഇറ്റ്സ് നോട്ട് എ നെസസിറ്റി. പക്ഷെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, നിങ്ങൾക്ക് മാറണം, നിങ്ങൾക്ക് നന്നാവണം, നിങ്ങൾക്ക് ഉഷാറാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അത് ഒന്നുമില്ല, അതൊരു ടൂള് മാത്രമാണ്, അതൊന്നും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. പക്ഷെ ദീസ് ആർ ഗുഡ് ഹാബിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ. സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ ആൾക്കാരെ പഠിച്ചത് പ്രകാരം അവരുടെ വെച്ചാലും മെന്റലി പ്രിപ്പയർ ചെയ്യണം, ഫിസിക്കലി പ്രിപ്പയർ ചെയ്യണം, അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. എനിവേ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 90 ദിവസം നിങ്ങൾ നിങ്ങളുടെ തോട്ട്സ് അതിൽ ഫോക്കസ് ചെയ്തോളൂ, നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ റെസൊല്യൂഷനിലേക്ക് യു ക്യാൻ മേക്ക് എ ഗ്രേറ്റ് കം ബാക്ക്. അപ്പൊ ജനുവരി കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഇനി ഫെബ്രുവരി കഴിഞ്ഞ് ഏപ്രിലേക്ക് ആകുമ്പോഴേക്കും തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹന ചോദിക്കുന്നു, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ഫിലിം സർ കണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഓക്കെ, ലെറ്റ് മീ ടോക്ക് അബൌട്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് അഭിപ്രായം പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനൊരു വാണിംഗ് തരികയാണ്. മലയാളികളെന്നല്ല, ഓൾ ഇന്ത്യൻസ്, നമ്മൾ മനുഷ്യനായിട്ടുള്ള ഏതെങ്കിലും കണ്ടിരിക്കേണ്ട കിടിലൻ സിനിമയാണെന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? അത് കാണുമ്പോൾ സ്വന്തം ഭാര്യയ്ക്കൂടെ, മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്വന്തം ഭാര്യയ്ക്കും സ്വന്തം മക്കൾക്കും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനുള്ള തൻ്റെയിടം, നെട്ടല് ഉണ്ടെങ്കിൽ അന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്കും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം വിച്ച് ഹാവ് റിലീസ്ഡ്, യു നോ, ഐ ഡോണ്ട് നോ, ഇൻ മലയാളം ഇൻഡസ്ട്രി. ഡു യു തിങ്ക് സോ? ഹാവ് യു സീൻ ഇറ്റ്? കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, എനിവേ വി വിൽ ടോക്ക് അബൌട്ട് ദാറ്റ് ലേറ്റർ. ദെയർ ഈസ് സംതിങ് ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പം ഒരു കാര്യമുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കാണേണ്ട ഒരു സിനിമയാണ്. വാട്ട് അബൌട്ട് യു? വാട്ട് യു തിങ്ക്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല. കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് റിവ്യൂ? എങ്ങനെയുണ്ട്? വളരെ നല്ല റിവ്യൂ. ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട്, ക്രിട്ടിസൈസ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അത് ഒരുപാട് പോസിറ്റീവ്സ് ആണ്, പോസിറ്റീവ് സൈഡാണ്. ദിസ് ഇസ് എ ചേഞ്ച് ആക്ച്വലി. അതും ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആൻസറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ എഡ്യൂക്കേഷനാണ്. ഒരു കാര്യം ഞാൻ പറയാം, എഡ്യൂക്കേറ്റ് യുവർ ഡോട്ടർ, എഡ്യൂക്കേറ്റ് യുവർ വൈഫ്, എഡ്യൂക്കേറ്റ് യുവർ സിസ്റ്റേഴ്സ്. ഓക്കെ, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയോ? ലൈക്ക് പെൺകുട്ടികളെ നേരത്തെ കെട്ടിച്ചയക്കുന്നത് പല ഫാമിലികളിലും എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുക്കാതെ ഇവന്മാരെ പഠിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർ തലവേദനയാവും. ഗേൾസ് തലവേദനയായാൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ തലവേദനയാവും, വീട്ടിൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, എന്നും പ്രശ്നങ്ങളായി. അപ്പോൾ ഇവർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത അടിമകളായിട്ടുള്ള നല്ല മരുമകളായി, നല്ല മകളായി, സ്വന്തം സ്നേഹിച്ച് വളർത്തി പൊന്നുമാക്കിയിട്ട് വളർത്തി കൊണ്ടുവന്ന മകളെ പഠിപ്പിക്കാതെ ഒരു അടിമയാകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പറഞ്ഞേക്കും. ഇതാണ് വിദ്യാഭ്യാസം നൽകാതെ നിങ്ങൾ നിങ്ങളുടെ മകളെ കെട്ടിച്ചയച്ചാലുള്ള ഒരവസ്ഥ. നിങ്ങൾ അല്പമെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു വെച്ചാൽ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഫാമിലിയിലല്ലേ പ്രശ്നങ്ങളില്ലാത്തത്? പ്രശ്നങ്ങളില്ലാത്തതിൻ്റെ കാര്യം എന്താ പറയുക? ആ പാവങ്ങൾക്ക് സത്യം എന്താണെന്നറിയില്ല, അതുകൊണ്ടാണ് പ്രശ്നങ്ങളില്ലാത്തത്. അതായത് ഭർത്താവിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യങ്ങളാണെങ്കിലും ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുടെ എന്താ പറയുക, കുറേ നിയന്ത്രണങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് എല്ലാ സ്വപ്നങ്ങളും ഒതുക്കിയിട്ട് കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ശരിക്കും അവർ പാവങ്ങളാണ്.
ഈ ഭർത്താവിന് എന്തും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം എന്ന് വിചാരിച്ച് സ്ത്രീക്ക് എന്ത് മാറണം എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു വരുന്ന ഷാമില്, അവർക്കും സ്വപ്നങ്ങളുണ്ട്, അവർക്കും ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ തച്ചുടച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ നന്മ ചെയ്ത് ജീവിക്കുന്നവരാണെന്നുള്ളത്, നമ്മളൊക്കെ നല്ലവരാണെന്നുള്ള ചിന്താഗതിയുണ്ട്. ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം നശിപ്പിച്ചിട്ട് നിങ്ങൾ നന്മയുള്ളവനായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ അടിമയെ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ അടിമത്തം നടപ്പിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അടിമത്തം എന്ന് പറയുന്നത് ചെങ്ങലക്കിട്ടിട്ട് പൂട്ടിയിട്ട് പട്ടിണിക്കിടുന്നതും നീ ഉപദ്രവിക്കുന്നതും മാത്രമൊന്നുമല്ല അടിമത്തം. അടിമത്തം എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കലാണ്. അടിമത്തം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം എന്താ പറയുക, തടസ്സപ്പെടുത്തലാണ്. സോ നമ്മൾ സ്വയം ചോദിക്കണം, ഞാൻ നല്ല വ്യക്തിയാണോ അല്ലേ, ഞാൻ ഒരാൾക്കെതിരെ നിൽക്കാറുണ്ടോ ഇല്ലേ, ചോദിക്കും. എനിക്ക് തോന്നുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Yes, I didn't watch it, but still I liked it, and I'm going to watch it, and I'm going to do a review I think after that. ഞാനിപ്പോൾ പറഞ്ഞ പോയിന്റ് എങ്ങനെയുണ്ട്, you seems to be so happy. പോയിന്റാണ് ഇത്. സാറ് തന്നെയാണ് അതിന്റെ ഒരു സൈഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് പാഷൻ, പേർപ്പസ്, ലൈഫിന്റെ പേർപ്പസും നമ്മുടെ പാഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇക്കിഗായുടെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഷാപ്പിംഗ് സ്പേസിൽ വന്നതിന് ശേഷമാണ് ശരിക്കും നമ്മുടെ ഒരു പേർപ്പസ്ഫുള്ളി ജീവിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ പേർപ്പസ് കണ്ടെത്തണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് സാറാണ് ഒരു പരിധി വരെ എന്നെ ഞാൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ആ ടൈമിൽ. അപ്പം സാറാണ് എന്താണ് ചെയ്യുന്നത് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഷാഫിൻ സ്പേസ് ക്ലാസ്സിൽ വരുമ്പം എല്ലാവരും പെർപ്പസ് കണ്ടെത്തിയിട്ടുണ്ട്. ഷാഫിൻ സ്പേസിൽ വന്നിട്ട് ഞാൻ മാത്രം എനിക്ക് പർപ്പസ് ഒന്നും ഇല്ലേ, അതായിരുന്നു പ്രശ്നം. സോ അത് കഴിഞ്ഞ് ഞാൻ കംപ്ലൈന്റ് ആയിട്ട് വന്നപ്പോൾ സാർ എന്നെ സപ്പോർട്ട് ചെയ്തു. ആ സമയത്ത് ഇന്നതാണ് അതുവഴിയാണ് ഇപ്പോഴും പർപ്പസ്ഫുള്ളി ജീവിക്കാൻ വേണ്ടി കണ്ടത്. അപ്പം ഈ പറഞ്ഞ സാർ പറഞ്ഞ കാര്യത്തിലൊരു പോയിന്റ്, ഒരു വ്യക്തിക്ക് അവരുടെ പാഷനും ലൈഫിന്റെ പർപ്പസും ഉണ്ട്. അപ്പൊ വിദ്യാഭ്യാസം ചെയ്യിക്കാതെയും അതിലേക്കുള്ളൊരു ഡോറ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുടെ ആ ഒരു ലൈഫിന്റെ പർപ്പസിനെയാണ് കട്ട് ചെയ്തത്. അതവിടെ തടയുന്നതെന്നാണ് സാർ പറഞ്ഞതെന്നാണ്. ഒരു കാര്യം എനിക്ക് പറയാം, എല്ലാം ഞാൻ അംഗീകരിക്കും, പക്ഷെ ഞാൻ തീരെ കംഫർട്ടബിൾ അല്ലാത്തൊരു കാര്യം വെച്ചാൽ നന്മമരമാവുകയല്ല എന്നാലും പറയുകയാണ് ഈ സാർ നല്ല വിളി ദയവ് ചെയ്ത് ഒഴിവാക്കണം. ഓക്കെ, ശീലിച്ചത് കൊണ്ടായിരിക്കാം, കോഴ്സിലെ സ്റ്റുഡന്റ് ആയിട്ട് വരുന്നതുകൊണ്ടായിരിക്കാം. അതർവൈസ് വി ആർ ജസ്റ്റ് ലൈക്ക് ഫ്രണ്ട്സ്, റൈറ്റ്? നല്ല ഫ്രണ്ട്സ് ആയിട്ട് നല്ല രീതിയിലാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. Am I right? ആണോ? ഞാൻ പൊളിയല്ലേ? കൂൾ ബോസ് ആണ്. ഓക്കെ, ഞാൻ തന്നെ എന്നെ പൊക്കി അടിക്കുകയാണ്. കമന്റിൽ ദയവ് ചെയ്ത് എന്നെ എന്താ പറയുക ട്രോളി കൊല്ലരുത്. എനിവേ എന്താ പറയുക, വി ആർ ലൈക്ക് ഫ്രണ്ട്സ്, വി ഡോണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യാറുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് പോയി നോക്കിയാൽ മതി. ഇൻസ്റ്റഗ്രാം പേജിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ടീം കൾച്ചർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് കാരണം നമ്മളെന്ന് വെച്ചാൽ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് ജീവിച്ചുകൂടാ. അത് എന്ത് സ്വാതന്ത്ര്യം, എവിടെയാണെങ്കിലും വർക്ക് സ്പേസിലാണെങ്കിലും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ജീവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. സോ ഈ സ്വാതന്ത്ര്യം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ തന്നെ എന്താണ് പർപ്പസ്, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു കാരണമുണ്ട്. നിങ്ങളിവിടെ ജീവിക്കുന്ന ഒരു കാരണമുണ്ട്, ഞാൻ ജീവിക്കുന്ന ഒരു കാരണമുണ്ട്, എല്ലാവർക്കും ഒരു കാരണമുണ്ട്. ആ കാരണം കണ്ടെത്തി കാരണത്തിലേക്ക് സ്വന്തം കഴിവുകളെ തിരിച്ചുവിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയാനും നമുക്ക് നമ്മുടേതായിട്ടുള്ള പവർ കിട്ടാനും അതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സഫലീകരിക്കാനും നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും. തീർച്ചയായിട്ടും അതിലൂടെ നമ്മൾ നല്ല രീതിയിലേക്ക് എംപവേർഡ് ആകും. ഇവർക്കും ഈ പറഞ്ഞിരിക്കുന്ന പോലെ വെച്ചാൽ പർപ്പസ് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എഡ്യൂക്കേഷനാണ് ഫ്രീഡം നൽകുന്നത്, എഡ്യൂക്കേഷൻ തന്നെയാണ് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള നിരന്തര എഡ്യൂക്കേഷൻസ് ഗേൾസ് നേടിയെടുക്കണം, ഗേൾസിനെ പഠിപ്പിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ദയവചെയ്ത് നേരത്തെ കെട്ടിച്ചുവിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദന തീരുമായിരിക്കും, സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എന്താ പറയുക വിഷമങ്ങൾ തീരുമായിരിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ സഹോദരങ്ങൾ. എനിക്കൊക്കെ നിരന്തരം കോൾസ് വരുന്നുണ്ട്. ഈവൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ ഒരാളെ കൗൺസിൽ ചെയ്തിരിക്കുന്നത് ഏകദേശം 1.5 മണിക്കൂറാണ്. ആ കോള് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അവരുടെ വിഷമം മുഴുവൻ അവരനുഭവിച്ചിട്ടില്ല. ലൈക്ക് ഒരു ഭർത്താവിൻ്റെ കീഴിൽ ഒരു എന്താ പറയുക ഒരു സംശയരോഗിയായിട്ടുള്ള ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കേണ്ടി വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച് ബെൽറ്റ് കൊണ്ട് അടി കിട്ടിയിട്ടുള്ള അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു വ്യക്തി മാത്രമല്ല ഒരുപാട് സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് പലരും മിണ്ടാതിരിക്കുന്ന ഒരുപാട് പെൺമക്കളുണ്ട്. നിങ്ങൾ
വിദ്യാഭ്യാസം കൊടുക്കാത്തതുകൊണ്ട് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതാണ് ശരി, ഭർത്താവ് ചെയ്യുന്നതാണ് ശരി, ഭർത്താവാണ് ദൈവം എന്നുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ക്രൂരന്മാരായ ദൈവങ്ങളെ ഭർത്താവായിട്ട് കിട്ടിയിട്ട് അവരുടെ അടിമകളായിട്ട് ജീവിക്കാൻ വിട്ടുകൊടുക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കുക. ഷുഡ് ഐ give her a proper freedom through a proper education? അത് ആലോചിച്ചിട്ട് ചെയ്യുക. സ്വന്തം മകളെയാണ്, സ്വന്തം ചോരയാണ് ഈ അയച്ചേക്കുന്നത്, ആലോചിക്കുക. എനിവേ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു എപ്പിസോഡ് ഒരു അലമ്പൻ എപ്പിസോഡായിരിക്കും. ഫുൾ സീരിയസ് ടോപ്പിക്സ് ആണ്. സീരിയസ് ടോപ്പിക്സ് അല്ല, വി ആർ ഫണി, ബട്ട് ദിസ് ഈസ് വെരി സീരിയസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി സെഡ്, റൈറ്റ്? യെസ്. ഓക്കെ, നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ഗോ, ലെറ്റ്സ് ഗോ. സിനി എം സാം ചോദിക്കുന്ന ചോദ്യമാണ്. ഹലോ സർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലൈഫിൽ അസുഖം, തോൽവിയും നിരാശകളും പ്രശ്നങ്ങളും ആൾക്കാരുടെ ചോദ്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ഫേസ് ചെയ്യും? പ്ലീസ് റിപ്ലൈ. 1 മിനിറ്റ്, ഞാൻ സോൾഡ് ഔട്ട് ആയി. ഞാൻ മറ്റേ ഇതിൽ പോയി ചോദിക്കണം. സിനി എം സാം ചോദിക്കുന്ന ചോദ്യമാണ്. സിനി, ഹലോ സർ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലൈഫിൽ അസുഖം, തോൽവിയും നിരാശകളും പ്രശ്നങ്ങളും ആൾക്കാരുടെ ചോദ്യങ്ങളും ഒരുമിച്ച് വരുമ്പം നമ്മൾ എങ്ങനെ മുൻപോട്ട് പോകും, എങ്ങനെ ഫേസ് ചെയ്യും? സിനിയാണോ ചോദിച്ചത്? സിനി, ഹായ് സിനി. ജീവിതത്തിലെ പരാജയങ്ങൾ വരും, നിരാശ വരും, ബുദ്ധിമുട്ടുകൾ വരും, പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതല്ലേ. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, വേറെ വഴിയില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, വാട്ട് എവർ വി ആർ ഗ്രോയിങ് ത്രൂ whatever we are going through. yes, അതായത് നല്ല സ്റ്റുഡന്റ്. ഓക്കെ, we are growing through whatever we are going through. നമ്മൾ എന്തിലൂടെയാണോ കടന്നു പോകുന്നത് അതിലൂടെ നമ്മൾ വളരുകയാണ്. സിനി കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്താണെങ്കിലും ശരി, അത് ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളെല്ലാം നമ്മളെ ശക്തരാക്കാനുള്ളതാണ്, നെക്സ്റ്റ് ഫേസിലേക്കുള്ളതാണ്. ഫെയിലിയർ സംഭവിക്കാൻ മടിയില്ലാത്ത ഒരാൾക്ക് മാത്രമേ വിജയത്തിന് അർഹതയുള്ള ഒരാളായി മാറുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മാസ്റ്റർ ഹാഡ് ഫെയിൽഡ് മോർ ദാൻ disciple, student, tried or something like that. I don't know what is the English word. ആ ഫ്ലോ അങ്ങോട്ട് പോയി. ഓക്കെ, ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യമുള്ള വേർഡ് വന്നിരുന്നു, അത് പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയി. അപ്പം ഇത്രയേ ഉള്ളൂ വെച്ചാൽ, വിജയിച്ചിട്ടുള്ള ആൾക്കാരെ പരാജയപ്പെട്ട അത്രയൊന്നും ഈ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന പല ആൾക്കാരും ട്രൈ ചെയ്തിട്ട് പോലുമില്ല. ട്രൈ ചെയ്യുന്നവർ മാത്രമേ എന്തുള്ളൂ, പരാജയങ്ങളുള്ളൂ, അതുപോലെ വിജയങ്ങളുള്ളൂ. അപ്പൊ ഈ പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാണ്. ഇത് എല്ലാവരും പറയുന്ന ക്ലീഷേ ഡയലോഗ് തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് ഷാല്, അതല്ലാതെ വേറെ വഴിയില്ല. പരാജയങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് വറി, കീപ് ഓൺ ട്രൈ. ഞാൻ എത്ര തവണ എൻ്റെ ഓഫീസ് കൂട്ടിയിട്ടുണ്ടെന്ന് അറിയോ? അതിലേക്ക് ഞാൻ 4 തവണ ഓഫീസ് കൂട്ടിയിട്ടുണ്ട്. അതിൽ ഇരിക്കുന്നു നോക്കിയേ, ഒന്ന് നിർത്തുവോ എൻ്റെ പോയിന്റ് ആശാനെ. ഈ ഓഫീസ് അല്ല, ലൈക്ക് ഞാൻ ആദ്യം കാലിക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. മാങ്കാവ്, ചെറിയ മാങ്കാവ്, അവിടുന്ന് പൂട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയാ, മഞ്ചേരിക്ക് പോകുന്നതിന് മുൻപ് ലൈക്ക് ഞാൻ പിന്നെ കൊണ്ടോട്ടിയിൽ ചെറുതായിട്ട് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. അത് സ്കിപ്പ് ചെയ്ത് പിന്നെ ഞാൻ ലൈക്ക് കോട്ടയം പോയി. ഓക്കെ, അത് സ്കിപ്പ് ചെയ്തു. മഞ്ചേരി വന്നു, അതും കൂട്ടി. പിന്നെ അരീക്കോടേക്ക് ഞാൻ ഒരു സ്ഥലം ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴെനിക്ക് ജ്യേഷ്ഠനോട് ചോദ്യം ചോദിച്ചു, എന്താണെന്നറിയോ, ഇത് പോയി വീട്ടിലേക്കാണല്ലോ വരുന്നത്. അപ്പൊ അവസാനം ഓഫീസ് വീടാവെന്ന് ചോദിച്ചു. പറഞ്ഞ പോലെ തന്നെ ഓഫീസ് വീടായി. അത്രയും പരാജയപ്പെട്ട അവസാനം ബെഡ്റൂമിൽ നിന്നാണ് ഷാഫിൻ സ്പേസിന്റെ ലൈക്ക് ഒരു എന്താ പറയുക, ഒരു കംബാക്ക് ഉണ്ടാവും. സ്റ്റോറി. ആക്ച്വലി ഞാനെന്ന് വെച്ചാൽ എൻ്റെ ബിസിനസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കരിയറിൽ കാര്യങ്ങൾ ശ്രമിച്ച് പരാജയപ്പെട്ടൊന്നും വർക്കൗട്ട് ആവാതെ, അതായത് 2012 ഇതിലേക്ക് ഇറങ്ങി, 2 കൽപ്പിച്ചിറങ്ങി. 2013, 2014 ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക 3 വർഷം ഞാൻ എൻ്റെ കരിയറിൽ പരാജയങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കൊരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫെഡപ്പായിട്ട് ഞാനൊരു 15 ദിവസം എന്ത് ചെയ്തു, വർക്കെന്നും പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫെഡപ്പായിട്ട് അങ്ങനെ ഒരു ക്ലയൻറ്റിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് ട്രാവൽ ചെയ്തു. അങ്ങനെ ട്രാവൽ ചെയ്ത് ഷാലാഗ് ടൗണായി, അങ്ങനെ സൗത്ത് ഇന്ത്യ പല സ്ഥലങ്ങളിലൊക്കെ കറങ്ങി. ഒരു 15 ദിവസം കഴിഞ്ഞ് വർക്കല എന്ന് പറഞ്ഞിട്ടുള്ള ബീച്ചിലെത്തി.
അവിടെ ചെന്നിരുന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഇനി ചെയ്യുക, ആകെ ഡൗൺ ആയിരിക്കും. അപ്പോൾ എന്നെ കാണാം ഒരു ലൈക്ക് ഒരു എന്താ പറയുക, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ ഇടാം. ഓക്കെ, ഫോട്ടോ ഗാന്ധ ഫോട്ടോ ആണ്. അപ്പം എന്താ പറയുക, അതിലെന്താ വെച്ചാൽ ഒരു ഹിപ്പി ലുക്കാണ് കംപ്ലീറ്റ്ലി. ലൈക്ക് ഐ വാസ് ടോട്ടലി എന്താ പറയുക, ഒരു എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഡൗൺ ആയി നിൽക്കുന്ന നേരത്തെ ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. എൻ്റെ കയ്യിലൊരു പാഡ് ഫോണുണ്ട്. ഓക്കെ, ആ പാഡ് ഫോണിൽ ഞാൻ പാഡ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂസിൻ്റെ, അപ്പോൾ അന്നത്തെ ഒരു ലൈക്ക് ചെറിയ സ്മാർട്ട് ഫോൺ. അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്നൊരു എനിക്കൊരു ഇൻസ്പിറേഷൻ, എന്താ ചെയ്യുന്നത് അറിയാതെ ഡൗൺ ആയി നിൽക്കുന്നത് ഒരു ഇൻസ്പിറേഷൻ വന്നു. ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു. ഒരു വീഡിയോ അല്ല, ആ ബീച്ചിൽ വെച്ചിട്ട് 5 വീഡിയോ ഷൂട്ട് ചെയ്തു. അതിലൊരു വീഡിയോ ഇതേപോലെ പരിഹസിക്കുന്ന ഉമ്മമാരോട് പോകാൻ പറയാറുള്ളത്. ഈ വീഡിയോ അങ്ങോട്ട് ഹിറ്റായി, വൈറലായി. അതേപോലെ ഒരു KFCയുടെ സ്റ്റോറി ആയിരുന്നു, അതും അങ്ങ് ഹിറ്റായി, വൈറലായോടുകൂടി എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങി. അങ്ങനെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ കംപ്ലീറ്റ്ലി എന്താ പറയുക ഓവർവെൽമിങ് എക്സ്പീരിയൻസ് ആയി. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു, ബെഡ്റൂമിൽ ഇരുന്നിട്ട് പിന്നെ കംപ്ലീറ്റ് നെക്സ്റ്റ് 3 to 4 days ഞാൻ വീട്ടിലേക്ക് വന്നു, ബെഡ്റൂമിൽ ഇരുന്നിട്ട് അങ്ങനെ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക. അവർ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഹെൽപ്പ് ചെയ്ത് അവസാനം എന്താ വെച്ചാൽ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഐ വാസ് ഇൻ ദുബായ്. ഐ വാസ് ലിവിങ് ലൈക്ക് എ സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈൽ. ഒരു എന്താ പറയുക, അവിടെ ചെല്ലുന്നു, എന്നെ അവിടെ എന്താ വെച്ചാൽ ആൾക്കാരെ സ്വീകരിക്കുന്നു, പത്രത്തിൽ ഇൻ്റർവ്യൂ, പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, റേഡിയോയിൽ ഇൻ്റർവ്യൂ, പ്രോഗ്രാംസ് ഈ പറഞ്ഞിരിക്കുന്ന ദുബായ് GCCയിൽ, ദുബൈയിലെ UAEയിലെ 7ഓളം എമിറേറ്റ്സിൽ പ്രോഗ്രാംസുകൾ വരുന്നു. KMCCയുടെ കെയർ ഓഫിൽ അങ്ങനെ പ്രോഗ്രാംസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അവിടെയുള്ള ടീം ഒരുപാട് പേര്, അങ്ങനെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേര് സപ്പോർട്ടായി. പിന്നെ എന്ന് വെച്ചാൽ GCC ടൂർ എന്നുള്ള രീതിയിൽ എല്ലാ GCC കൺട്രീസിലൂടെയും ഉള്ളവരും എന്താ പറയുക ടൂർ സംഘടിപ്പിക്കുന്നു, പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. ലൈഫ് ചേഞ്ച് സ്റ്റോറി ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സിനി അല്ലേ, സിനിയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ കീപ്പ് ഓൺ ട്രൈ. ഈ ഒരു സ്റ്റോറി ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇത് ചിലർക്ക് തള്ളായിട്ട് തോന്നിയേക്കാം, പക്ഷേ ദിസ് ഈസ് മൈ സിൻസിയർ ജെനുവിൻ സ്റ്റോറി. ഒരു കാര്യം എനിക്ക് പറയാമെന്ന് വെച്ചാൽ whoever it is out there, if you are trying with your dream, definitely there will be ups and downs. But ഞാൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ ഓഫീസൊക്കെ പൂട്ടുന്ന സമയത്ത് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഷാഫി മിനിമം ഒരു 7 വർഷം നീ ട്രൈ ചെയ്യും. 7 വർഷം ട്രൈ ചെയ്തിട്ട് നീ പരാജയപ്പെടുകയാണെങ്കിൽ നീ നിർത്തിയിട്ട് വയ്ക്കും. 3 വർഷം കണ്ടിന്യൂസ് പരാജയം നേരിട്ടു. 4ാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡിസംബർ മാസത്തിലാണത്. ഐ ഗോട്ട് എ ബ്രേക്ക് ആൻഡ് ലൈഫ് വാസ് അമേസിങ്. And thank you so much for all the failures which taught me a lot of lessons. അതിനുശേഷം ഒരുപാട് പരാജയങ്ങളുണ്ടായിരുന്നു, ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്, എൻ്റെ സിറ്റുവേഷൻസ് വല്ലതും അറിയുന്ന ഒരാളാണ്, റൈറ്റ്? ആൻഡ് സ്റ്റിൽ വി ആർ കണ്ടിന്യൂയിങ് ദ ജേർണി ആൻഡ് ഇൻ ഫ്യൂച്ചർ ആസ് വെൽ ദർ ഇസ് ഗോയിങ് ടു ബി എ ലോട്ട് ഓഫ് ഫെയിലിയേഴ്സ്. നിരാശകളൊന്നും വേണ്ട, പ്രതീക്ഷ കൈവടിയായിരിക്കാം. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ഐ തിങ്ക് യു ആൾസോ ഗോൺ ത്രൂ ലോട്ട് ഓഫ് സിമിലർ എക്സ്പീരിയൻസ്, റൈറ്റ്? ഇതിലൂടെയൊക്കെ നമ്മൾ അതിനെ മറികടന്ന് പോവാ അല്ലേ? എന്താ പറയാനുള്ളത്? പറയുമ്പോൾ ശരിക്കും ചാലഞ്ചസ് ആണ്. നമ്മൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിന് തിരിച്ച് ഡൗൺ ആയി പോകും. സാറിന് ചില സമയത്ത് ഞാൻ ഡൗൺ ആയി വരുന്ന സമയത്ത് കുറച്ച് വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് പലതവണ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ആ ഒരു പ്രശ്നം എന്നുള്ളതിന് നമ്മൾ ചലഞ്ചായിട്ട് കാണാം. അതിൽ നിന്ന് വരുന്ന സ്ട്രെങ്ത് ആണ് ഇന്ന് ഇവിടെ വന്ന് ഇരിക്കാനുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയത്. ഈവൻ വിത്തിൻ എ ഇയർ ലൈഫിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻ, ലൈഫിൽ പേർപ്പസ്ഫുൾ ആയിട്ട് ശരിക്കും പോകാൻ പറ്റുന്നത് നമ്മുടെ ആ ഒരു ജേർണി, നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള വെല്ലുവിളികളെ നമ്മൾ ഏറ്റെടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ട് പോയി. എന്തായാലും താഴെ പോകാൻ പറ്റില്ല, അതിന് കുറേ റീസൺസ് ഉണ്ട്. അപ്പം എനിക്ക് പറഞ്ഞിട്ടേ എനിക്ക് ലൈഫിൽ ഞാൻ എവിടെയും പറയാറില്ല, ഇവിടെ ആര് ചോദിച്ചാലും വീട്ടിലെ കാര്യങ്ങൾ പറയാറില്ല. ഇപ്പം എൻ്റെ ഉമ്മയും എൻ്റെ 2 കുട്ടികളും അവരാണ് എൻ്റെ ഗ്രേറ്റ് സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരു 1 മണിക്കൂർ കൂടുമ്പോൾ കോൾ വരും. പക്ഷെ ആ ഒരു ചോദിക്കും, അത് കെയറിങ് ആണ്. പിന്നെ മോട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എൻ്റെ 24 വയസ്സായ എൻ്റെ മോൾക്ക്, മൂത്താള് മോളാണ്, ചെറുത് മോനാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഏറ്റവും നല്ല ക്രിറ്റിസൈസ് ചെയ്യുന്ന ആളുകളും ഏറ്റവും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളും അവരാണ്. ഞാൻ ലൈഫിൽ എടുക്കുന്ന ഓരോ സ്റ്റെപ്സും അവരത് ഏറ്റുപിടിക്കും. അവർ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ട് ശരിക്കും ഷഫിൻ സ്പേസിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് സാർ തന്നെ പറഞ്ഞു എന്നോട് 4AM ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്ന് ഫറൂഖ് സെൻസെ എന്ന് പറഞ്ഞ ട്രെയിനറിൻ്റെ കീഴിൽ ഒരു പേഴ്സണൽ മെന്റർഷിപ്പിനുള്ള ഒരു അവസരം കിട്ടി. അതിനിടയ്ക്ക് വേദിക്ക് വന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഗ്രാബ് ചെയ്യുന്നുണ്ട്. മൈൻഡ് പവറാണ് സാർ. ശരിക്കും എനിക്ക് ബേസിക്കായിട്ട് സാറിന് ഞാൻ കിട്ടിയിട്ടുള്ളത് മൈൻഡ് പവർ. അതിനിടയ്ക്ക് ഓരോ കാര്യം വരുമ്പോഴും എനിക്ക് അവിടെ ഉണ്ടായിരുന്നു.
സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ഈ എല്ലാ കാര്യങ്ങളിലൂടെയും നമ്മൾ പോകുമ്പോഴത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യുന്ന, ഇപ്പം കുട്ടികളുടെ കാര്യം വീട്ടുകാരുടെ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഒരുപാട് പേര് നമ്മൾ വാച്ച് ചെയ്യുന്നത് നമ്മൾ അറിയാത്തവരുണ്ട്. അവർക്കെല്ലാം ഗ്രോത്തിനുള്ള ഒരു അവസരമാണ്. നമ്മൾ ഒരാൾ ലൈഫിൽ വെല്ലുവിളിക്കും. തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അധികാരം അറിയില്ല, പക്ഷേ നമ്മൾ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു അവസരം കൂടിയാണ്. പിന്നെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഫാമിലിക്ക് ഞാനൊരു താങ്ക്സ് പറയാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ശരിക്കും എൻ്റെ ഒരു സമയത്തും കൈവിടാതെ കൂടെ നിന്നതിന്. എൻ്റെ മോളുടെ പേര് ആയിഷാദി എന്നാണ്, മോന്റെ പേര് ബുഖാരി എന്നാണ്, ഉമ്മയുടെ പേര് നബിസാബി എന്നാണ്. വല്യപ്പാന്റെ പേരും ബുഖാരിയാണ് അല്ലേ? എൻ്റെ പേര് ഉപ്പാന്റെ പേര്. Okay, anyway, this is the interesting story, Sini. Hope you are satisfied with the answer, and definitely this will be really helpful for you and empowering a lot of people. Anyway, നമ്മുടെ questions ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി എന്താ നമുക്ക് എന്താണ് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്? അതെ, ഒരു 10 വർഷം കഴിയുമ്പോൾ പാഷൻ പർപ്പസ് ഇതിലൂടെയൊക്കെ വന്നു ഒരുപാട് ചേഞ്ചസിലൂടെ ഒരുപാട് പേരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു 10 വർഷം കഴിയുമ്പോൾ സർ എന്തായി എവിടെയൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇല്ല. കാരണം നമ്മുടെയൊക്കെ കപ്പാസിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ടു ബി ഹാണസ്റ്റ് ഒരു മടിയനാണ്. ഇതൊന്നും അല്ല ചെയ്യാൻ കഴിയുക, ഇതിലേറെ ചെയ്യാൻ കഴിയുമായിരുന്നു. രണ്ടാമത് 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷം ലൈഫ് എങ്ങനെയായിരുന്നു, എവിടെയായിരിക്കും? ട്രാൻസ്ഫോമിംഗ് പീപ്പിൾ എന്നുള്ളതാണ് ലൈഫിലെ പർപ്പസ്, വിഷൻ എന്താണ്? ഓക്കെ, 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ വിഷൻ എന്ന് പറയുന്നത് ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ആവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ അല്ല. എനിക്ക് അതെൻ്റെ ഒരു സ്റ്റൈലാണ്. മോട്ടിവേഷൻ വരുന്നു എന്നുള്ളത് സ്റ്റൈലാണ്. മോട്ടിവേഷൻ സ്പീക്കറായിട്ട് ദയവ് ചെയ്ത് തന്നെ പരിഗണിക്കുക. എൻ്റെ CV-യിലോ എവിടെയും അപ്ഡേറ്റ് ചെയ്യരുത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, യെസ്. സോ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ വുഡ് ലവ് ടു ബി കോൾഡ് ആസ് എൻ ഓൺട്രപ്രനർ. ഒരു സംരംഭകനായിട്ട് കാണാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഐ എം എ സക്സസ്ഫുൾ എന്റർപ്രണർ. നമ്മൾ ആരൊക്കെ എന്റർപ്രണർഷിപ്പ് ജേർണി തുടങ്ങിയിട്ടുണ്ടോ അവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി സക്സസ്ഫുൾ ആണ്. അപ്പം ഒരു എന്റർപ്രണർ ആയിട്ടാണ് ഞാൻ കാണുക. അതും ഒന്നിലധികം ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പല ബിസിനസ്സുകളുടെ ഒരു കാര്യങ്ങൾ റൺ ചെയ്യുന്ന ഒരു എന്റർപ്രണർ ആയിട്ടാണ് ഞാൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സംഭവം. ദിസ് ഈസ് മൈ ആൻസർ, ദിസ് ഈസ് മൈ വിഷൻ. ഐ വോണ്ട് ടു ബിക്കം എ പവർഫുൾ entrepreneur who brings lot of progress to the society, and I really ഞാനത് പറയണം. I want to become a leader who creates more leaders. അപ്പോൾ and that's what I wanted to be remembered, and I want to become an influencer, and which is already I am, and you also, but at the same time I want to go and make it into the next level in a larger scale, and I really need സപ്പോർട്ട് ഫ്രം മീ. അത് ഞാൻ ഒറ്റയ്ക്ക് പോകുക എന്നുള്ളതല്ല എനിക്ക് വേണമെന്ന് വെച്ചാൽ ഐ നീഡ് ദിസ് ടീം സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം, ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം. ഇവരെല്ലാവരും നമ്മൾ ഒരുമിച്ചെന്ന് വെച്ചാൽ ഒരു ടീമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സപ്പോർട്ട് ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ കം ആൻഡ് കോൺടാക്ട് us, കീപ് ഇൻ ടച്ച് വിത്ത് us. നിങ്ങളുടെ ഷാഫിംഗ് സ്പേസിൽ വരാം. നിങ്ങൾക്ക് വി ക്യാൻ ഹാവ് ലോട്ട് ഓഫ് ഫൺ ആൻഡ് വി ക്യാൻ ലേൺ, വി ക്യാൻ ഡെവലപ്പ്. ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഐ വാണ്ട് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ് ടു പ്രൊമോട്ട് ദ ഫ്രീഡം ഓഫ് വുമൻ. സ്ത്രീകളുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട്, അവരുടെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. കാരണം അവരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ മോഡേൺ വേൾഡിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കി തുടങ്ങുകയാണ്. നമ്മൾ പല ആൾക്കാരും അറിയാതെ, നമുക്ക് പോലും ശരിയെന്തെന്ന് അറിയാതെ പലരും ചൂഷണം. സോ ഐ വാണ്ട് ടു റെപ്രസെൻറ്റ് എ ലീഡർ who creates more leaders, including every gender. So that's what I want to stand for and known for and to be remembered for. Thank you so much. Let's wind up this. Thank you so much, sir. Let's wind up this. Okay, it became so serious. Okay, let's wind up the session. മറക്കരുത് നമ്മുടെ bloopers
അതേപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ള മറ്റുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ നമ്മുടെ ടീം സ്പിരിറ്റ് ഇതെല്ലാം അറിയാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വരിക, ജോയിൻ ചെയ്യുക, റൈറ്റ്? ഇസ് ദർ എനിത്തിങ് എൽസ്? ബാക്കിയുള്ള സോഷ്യൽസും നമ്മൾ ഫേസ്ബുക്കിലേക്കും എല്ലാം നമ്മൾ എന്താ അതിനായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ Okay, we are planning more content, more videos. നിങ്ങളുടെ ഫീഡ്ബാക്കിൽ കാര്യങ്ങൾ വേണം. നെക്സ്റ്റ് വീഡിയോക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിന് എല്ലാവരും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഷൻ കൂടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആദിന വിത്ത് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷമീറ ബുഖാരി വിത്ത് her own informations and everything. Thank you so much for joining you guys, and I'm also being thankful for our camera team is there. Hi, say hi. This is Nashi. These people are really dedicated, and we have another one who is there. Zahid, please say hi. Okay, Zahid is there, and one and only Marune കാണിക്കുന്നില്ല, കാണിക്കണ്ട. Okay, anyway, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. This is me, Shafi Mohammed. See you later with another episode of Ask Shafi Show. See you later. Bye bye. Take care. That's it.